പൊന്നിണമെൻ വിലയായി തരുവാൻ നന്മയന്തൻ നീ കാൺമാൻ വിണ്ണെനിക്കായി തുറന്നേകാൻ ഇമ്മാനുവേൽ നിന്നൻപുതനോ ഇമ്മാഭാവിയന്മേൽ ഇമ്മാനുവേൽ നിന്നൻപുതനോ ഇമ്മഹാഭാവിയന്മേൽ സ്നേഹമിത ശര്യമേ ഓ അതിശയമേ ഓ അതിശയമേ ചോണിതലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ ചോണിതലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ ആഴം ആരായ്വതിൻ ആരറിവോ ആയിരം ഉണ്ടെന്നാലും ഞാനിതു ചൊൽവതിനാമോ ഏതുമോരം ചമുരച്ചിടുവാൻ പരിധില കേളുതോ ഏതുമോരം ചമുരച്ചിടുവാൻ പരിധിലാർ കേളുതോ സ്നേഹമിത ശര്യമേ ഓ അതിശയമേ ഓ അതിശയമേ ചോണിതലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ ചോണിതലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സഭായോഗത്തിൻ്റെ അവസാന സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരമുള്ള ക്രമീകരണം ചെയ്തുവന്ന കർത്താവിൽ പ്രസിദ്ധനായ കർത്തൃദാസൻ പാസ്റ്റർ ഡാനിയൽ അവർക്കും സഭാ കമ്മിറ്റികൾക്കും വിശ്വാസികൾക്കും എല്ലാവർക്കും എൻ്റെ വന്ദനമറിയിക്കുന്നു. ഇന്ന് പകലിലെ നമ്മുടെ ധ്യാനത്തിനായി പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 15-ാമത് വാക്യം വായിക്കാം. ആമേൻ. അപ്പോൾ യഹോവ മോശയോട് നീ എന്നോട് നിലവിളിക്കുന്നതെന്ത്? മുൻപോട്ട് പോകാൻ ഇസ്രായേൽ മക്കളോട് പറക. ചെങ്കടൽ തീരത്ത് വന്ന് നിന്ന് വഴിമുട്ടിയ ഇടത്ത് ദൈവത്തിങ്കിലേക്ക് നോക്കി അഭയം ചൊല്ലിയപ്പോൾ ദൈവം കൊടുത്ത കൽപ്പന പ്രകാരം ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച് ഇക്കര കയറിയ ജനത്തിന് ഒരു പുത്തൻ പ്രകൃതി, ഒരു പുത്തൻ അനുഭവം, ഒരു പുത്തൻ നിയമാവലി, ചില പുതിയ പാഠങ്ങൾ. ഇന്ന് പകലിൽ നാം ഒരുമിച്ച് പഠിക്കാൻ പോണത് മരുഭൂമിയുടെ പാഠശാലയിൽ തേജോമയനായ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിന് കൊടുത്ത പാഠങ്ങൾ എന്ന വിഷയമാണ്. മരുഭൂമിയിൽ അതിപ്രധാനമായ 5 പാഠങ്ങൾ കൊടുക്കുകയായിരുന്നു. ദൈവത്തിന് ആർക്കും എവിടെയും ക്ലാസ് ഇടാം. ചില മെരുങ്ങാത്ത മരുമക്കളെ പഠിപ്പിക്കാൻ ദൈവം ചില കടുപ്പമുള്ള അമ്മായിയമ്മമാരുടെ ക്ലാസ്സിൽ കൊണ്ടിട്ട് കൊടുക്കും. അവിടെ തൊടുന്ന കുറ്റം, തിരിയുന്ന കുറ്റം, പിരിയുന്ന കുറ്റം, അങ്ങ് കുറ്റം 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 കുറ്റം. അവസാനം ഇവിടെ മെരുങ്ങി പഠിച്ച് അവളൊരു അമ്മാവി അമ്മയാകുന്ന കാലത്ത് ഇതേ സിലബസ് ആയിരിക്കും അവളുടെ മരുമോളെയും പഠിപ്പിക്കുന്നു. ഫറവോനെ കൊണ്ടുവന്നിട്ട് പഠിപ്പിച്ചത് ചെങ്കടലിന് നടുക്കൊരു ക്ലാസ് ഇട്ട ഞെക്കിക്കൊല്ലുവാൻ ഓർഡർ പുറപ്പെടുവിച്ച നിന്നെയും നിൻ്റെ സന്തതിയും മുക്കിക്കൊല്ലുന്നവനാണ് ദൈവം എന്ന അവസാനത്തെ പാഠം പിന്നെ ഒരു പാഠവും പഠിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ജനം ഇക്കരെ കയറി കഴിഞ്ഞപ്പോൾ പുത്തൻ പ്രകൃതിയിൽ പുത്തൻ പാഠങ്ങൾ ദൈവം അവർ കൊടുക്കുകയായിരുന്നു. മരുഭൂമിയിലെ പാഠശാലയിൽ ദൈവം അവർ കൊടുത്ത ആദ്യത്തെ പാഠം, നിങ്ങൾ സ്വയാശ്രയം വിട്ട് ദൈവാശ്രയത്തിലേക്ക് വരണം.
മിസ്രൈമിൽ എന്തുണ്ട് എന്ന ചോദ്യത്തിന് അവർക്ക് കൊടുക്കാൻ മറുപടി ഒരുപാടുണ്ട്. അവിടെ ഇറച്ചിക്കലം അടുത്ത് തന്നെയായിരുന്നു, കുമ്മട്ടിക്ക ഉണ്ടായിരുന്നു, പിന്നെ ചിറ്റുള്ളി, ചീരുള്ളി, മത്തങ്ങ, ഇങ്ങനെ ഇങ്ങായുടെ കാര്യം പറയാനല്ലാതെ വേറെ ഒരു ഇങ്ങായി പുള്ളിയുടെ കയ്യിലില്ല. തീറ്റയുടെ ഒരു വലിയ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരുഭൂമിയുടെ പാഠശാലയിൽ ഒരു ദിവസം ഉറങ്ങാൻ കയറുമ്പോൾ മണലല്ലാതെ വേറെ ഒന്നുമില്ല, മണലല്ലാതെ വേറെ ഒന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ 600,000 യോദ്ധാക്കളും അവരുടെ പരിവാരങ്ങളും ഒക്കെ എന്ത് തിന്നും, എങ്ങനെ നീങ്ങും? തമ്പുരാൻ പഠിപ്പിച്ച ആദ്യത്തെ പാഠം, നിങ്ങൾ സ്വയാശ്രയം വിട്ട് ദൈവാശ്രയത്തിലേക്ക് വരണം. കരുതുവാൻ കഴിവുള്ള ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. മരുഭൂമിയിൽ ദൈവത്തെ നോക്കി മാത്രം കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് ആഹാരം, 2 നീഹാരം, 3 സംരക്ഷണം, 4 സംവിധാനം. ഇതൊക്കെ ദൈവം തമ്പുരാൻ നേരിട്ട് കൊടുത്തെങ്കിലേ ഒക്കത്തുള്ളൂ. അല്ല വേറെ ആരെ കൊണ്ടും അത് നിയന്ത്രിക്കാനൊക്കത്തില്ല. ഇവിടെ ദൈവശബ്ദം കേട്ടെങ്കിലേ ഒക്കൂ. എപ്പോൾ വരെ നിങ്ങളിവിടെ കാണുക? എപ്പോഴാണ് നിങ്ങളിവിടുന്ന് പോകുന്നത്? നിങ്ങളെങ്ങോട്ടാണ് പോണത്? ഒന്നും അറിയാൻ വയ്യ. അവരോട് ചോദിച്ചപ്പോൾ ആകെ അറിയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഈ മേഘം ഇവിടെ നിൽക്കും കാലത്തോളം ഞങ്ങളിവിടെ നിൽക്കും. ഈ മേഘം പൊങ്ങുമ്പോൾ ഞങ്ങൾ കുറ്റിയും കൊളുത്തും തട്ടിപോരും. ഈ മേഘം സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾ സഞ്ചരിക്കും. എവിടെ കിടക്കണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. മേഘം എവിടെ നിൽക്കുന്നുവോ അവിടെ ഞങ്ങൾ പാളയമടിക്കും. എല്ലാ കാര്യത്തിനും ഉയരത്തിലേക്ക് നോക്കണം. ഹല്ലേലൂയ, ആമേൻ. സ്വയാശ്രയക്കാരുടെ ഗതി ഈ തിരുവചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 49-ാം സങ്കീർത്തനം, അതിൻ്റെ 12-13 വാക്യങ്ങൾ. പിന്നെ മതി. എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുക. അതിന് മുകൾ ഭാഗത്തൊക്കെ അവരുടെ വസ്തുക്കൾക്ക് അവരുടെ പേരിടുന്നു. ഭയങ്കര പരിപാടികളൊക്കെ. എങ്ങനെങ്കിലും എൻ്റെ പേര് ഒന്ന് വെളിപ്പെടുത്തണം. കുറച്ച് അന്തരവന്മാർ കൂടെ ഉണ്ട്. അവന്മാരാണെങ്കിൽ അമ്മാച്ചൻ പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ. എവിടെ ചെന്നാലും അമ്മാച്ചൻ്റെ പേര് എടുത്തു പറയണമെന്ന് ഇവർക്ക് ട്രെയിനിങ് ഉണ്ട്. ഇവിടെ കർത്താവ് അവരെക്കുറിച്ച് പറയുന്നത് ഇവർ സ്വയാശ്രയക്കാരാണ്. എല്ലാത്തിലും സ്വന്തമായ കാര്യങ്ങളിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിക്കാതെ തന്നിൽ തന്നെ ആശ്രയിച്ച മനുഷ്യൻ്റെ ഗതി ഇതാ എന്ന് പറയുന്ന ഒരു കാലമെടുക്കുന്നു. ഇഷ്ടം പോലെ ഉണ്ടാക്കി വച്ചിട്ട് എല്ലാം കണ്ടു തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞവനോട് അന്ന് രാത്രി തന്നെ പറഞ്ഞു, ഇന്ന് രാത്രി നീ ചാകും. മൂഢാ, ഇന്ന് നിൻ്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ എന്നല്ല, ചോദിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് നീ തൊലയും. പിന്നെ നീ ഒരുക്കി വച്ചത് ആർക്കാകും? ദൈവം നൽകുന്ന നന്മകളൊക്കെ അനുഭവിക്കുന്നതാണ് നമുക്ക് ദൈവം തന്ന ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. ഒരു വയറ് ചോറ് കഴിക്കാൻ കൊണ്ടുവച്ചാൽ അനുഭവിക്കാനുള്ള അവസരം കൂടാ ദൈവം നമുക്ക് തരുന്നത്. അല്ല ചോറിൽ കൈയിടുന്നതിന് മുമ്പ് അടുത്തവൻ്റെ വീട്ടിൽ വഴക്കിന് പോകുന്ന വിഡ്ഢികളല്ല നമ്മൾ. ചോറ് കൊണ്ടുവച്ചാച്ച പമ്പള പറഞ്ഞു, അവൻ ഇന്നലെ എന്നെ ഒരുപാട് ചീത്ത വിളിച്ചു കേട്ടോ. നിങ്ങൾ കഴിക്കുക, ഞാനൊന്നും പറയുന്നില്ല. ആരാടി? ചെല്ലപ്പൻ. നിങ്ങളെ കഴിക്കുക, ഒന്നും പറയുന്നില്ല. കഴിച്ച് കഴിഞ്ഞ് ഞാൻ പറയാം. എടി കാര്യം പറയാം, എന്തുവാ? ഇന്നലെ എൻ്റെ തന്തയ്ക്കോ തള്ളയ്ക്കോ എല്ലാം വിളിച്ചു. അച്ഛൻ ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ടാവും വിളിച്ചു. ഞാൻ അങ്ങോട്ടൊന്ന് കയറിയിട്ടു. അവൻ കഴിച്ചില്ല, കൈ കഴുകി. ഞാനൊന്ന് പോയച്ചു വരട്ടെ. അപ്പോൾ പിന്നെ വഴക്കുണ്ടാക്കല്ലേ. പിന്നെ നീ എന്തിനാ പറഞ്ഞത്? അവനിവിടുന്ന്
വെട്ടോത്തെയും കൊണ്ട് ചെന്നു, അവൻ കടാരിയും കൊണ്ട് വന്നു. ഇവൻ ആഞ്ഞൊരു വെട്ടി, അവനൊരു തട്ടി, എടുത്ത് വലത്തെ കൈ കൊണ്ട് താത്തൊരു കുത്തും കുത്തി. ചോറുണ്ടില്ല, മറിഞ്ഞു വീണു. ഗുണം വരാത്ത നിന്നെ കെട്ടിയതുകൊണ്ട് അവന് സമയത്തിന് ആഹാരം പോലും കഴിക്കാനൊക്കത്തില്ല കേട്ടോ. മര്യാദയ്ക്ക് ഇടപെട്ടോണം. മാന്യമായി വിവേകത്തോടുകൂടി വീട്ടിൽ വസിച്ചില്ലെങ്കിലേ ഭർത്താവ് പകുതി വഴിക്കിട്ട് പോകേണ്ട ഗതികേട് വരും. സ്വയാശ്രയക്കാരൻ ഉണ്ടാക്കി വയ്ക്കുന്ന അനുഭവിക്കത്തില്ലെന്ന് പഠിച്ചോണം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ തൻ്റെ ജനത്തെ ഇന്നു മുതൽ എന്നേക്കും അതുപോലെ പരിപാലിക്കുക. ചുറ്റിയിരിക്കുന്നവനാണ്. ജനത്തിന് ചുറ്റും യഹോവ തൻ്റെ ദൂതന്മാരെ കൊണ്ട് പാളയമിറങ്ങിയവരെ കാവൽ ചെയ്യുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഏത് കാര്യത്തിനും സ്വയാശ്രയം വെടിഞ്ഞ് ദൈവാശ്രയത്തിലേക്ക് വരണം. നമ്മളെന്തിനാണ് ഇത് പഠിക്കുന്ന? മരുഭൂമിയിലെ പാഠം ഇത് തന്നെ നമ്മുടെയും സിലബസ്. അതുകൊണ്ടാണ് മുൻഗാമികൾ പഠിച്ചു പോയ അതേ സിലബസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു. പേരുണ്ടാക്കി വെക്കുന്ന ഇടപാട്. നമ്മളോടുള്ള പാഠം, നിങ്ങൾ സ്വയാശ്രയം വിട്ട് ദൈവാശ്രയത്തിലേക്ക് വരണം. നൗ ലെസൺ നമ്പർ 2. രണ്ടാമത്തെ പാഠം, നിങ്ങൾ ഇവിടെ കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ നടക്കുന്നത്. അബ്രഹാമിനെ വിളിച്ചിറക്കിയ തമ്പുരാൻ ഗ്രാഫ് കൊടുത്തില്ല. ഞാൻ ഇത് ചൊവ്വയൊന്ന് മനസ്സിലാക്കാൻ നടപ്പുകാരെ 3 തരം തിരിക്കുന്നു. 1, കാഴ്ചയാൽ നടക്കുന്ന വർഗം. 2, കണ്ടാൽ നടക്കാവുന്ന കൊണ്ട് നിൽക്കുന്ന വർഗം. 3, കാഴ്ച പ്രശ്നമല്ല, വിശ്വാസം കൈമുതൽ എന്ന് പറഞ്ഞ് നടക്കുന്ന വർഗം. ഈ 3 കൂട്ടരെയും പരിചയപ്പെടുവാൻ അവരുടെ മുമ്പിൽ നിൽക്കുന്ന മൂപ്പന്മാരെ പരിചയപ്പെട്ടാൽ മതി. മുമ്പിൽ നിൽക്കുന്ന ആളുകളുടെ പുറകിൽ ആ ക്യൂവിൽ നിൽക്കവൻ ഇതേ സ്വഭാവവും ഇതേ നിലവാരവും സൂക്ഷിക്കുന്നവരായിരിക്കും. ഞാൻ കാഴ്ചയാൽ നടക്കുന്നു എന്ന് പറയുന്ന വർഗത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മൂപ്പൻ ലോത്ത്. ഇയാൾക്കൊരു ചെറിയ പദ്ധതിയുണ്ട്. ഇയാൾ പറയുന്നത്, ഉണ്ടിരിക്കുമ്പോൾ കണ്ടിരിക്കണം. പഴയൊരു പഴഞ്ചൊല്ല പുള്ളിയുടെ മാനദണ്ഡം. ഉണ്ടിരിക്കുമ്പോൾ, ബാക്കി നിങ്ങളൊന്ന് പറഞ്ഞേ, അല്ല എല്ലാവരും ഇവിടെ ഉണ്ടോയെന്നറിയാൻ. ഉണ്ടിരിക്കുമ്പോൾ കണ്ടിരിക്കണം. നാളെ കഴിക്കാനുള്ളത് ഇന്ന് കണ്ടുവെക്കണം. ഇല്ലാതെ അടുത്ത് എല്ലാം കൂടെ തിന്നാലേ നടക്കത്തില്ല. പുള്ളി പലതും കണ്ടുവച്ച പുള്ളിയാ. നീരോട്ടുള്ള പ്രദേശം കണ്ടുവച്ചു, പുൽമേടുകളുള്ള ഇടങ്ങൾ കണ്ടുവച്ചു. പെൺപിള്ളേരെ കല്യാണം കഴിക്കാനുള്ള ആൺപിള്ളേരെ കണ്ടുവച്ചു. എല്ലാം പുള്ളി നേരത്തെ അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഇത് മൊത്തം ക്രമീകരിക്കപ്പെട്ട് റെഡിയാക്കി എപ്പോഴും എന്തും നടക്കും എന്ന് പുള്ളിക്കറിയാം. അതിന് മുമ്പുള്ള എല്ലാ ക്രമീകരണം ചെയ്തുകൊണ്ട് വീട്ടെല്ലാം റെഡിയാക്കി ക്രമപ്പെടുത്തിയിട്ടാണ് പുള്ളി വൈകിട്ട് ഇങ്ങ് സിറ്റിയിലോട്ട് ഇറങ്ങുന്നത്. ഇവിടെ വന്ന സിറ്റിക്കാരുടെ ഇടയിലുള്ള ഇരിപ്പും അതും ചില കണ്ടുവെപ്പുകളാണ്. നാളെ എനിക്കൊരു കാര്യമുണ്ടായാൽ 10 പേരെ ഇറങ്ങേണ്ടി വന്നാൽ ഈ സിറ്റിയിലെ 10 പയ്യന്മാർ നമ്മുടെ കൂടെ നിൽക്കണം. എല്ലാം കണ്ടുവയ്ക്കുക. പയ്യന്മാരെല്ലാം കൂടെ നിന്നു. ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ വല്ലതൊക്കെ തോന്നിപ്പോവും. പോട്ടെ. പിള്ളേരെല്ലാം കൂടെ വന്നു. പിന്നെ അവിടെ നടന്നു വന്ന് ഞാൻ പറയുന്നില്ല, പോട്ടെ. അവസാനം ലോത്തിനെ മുട്ടുകൊണ്ടൊരു ഇടിയടിച്ചു. എവിടെ ഇടിച്ചതെന്ന് ഞാൻ കണ്ടു, പക്ഷേ ഇപ്പോൾ പറയാനൊക്കത്തില്ല. അങ്ങനെയുള്ളൊരു ഭാഗത്തൊരു ഇടി കൊടുത്തു. അവനെ തിക്കിയെന്നാണ് പഠിപ്പിക്കുന്നത്. തിക്കി വീട് പൊളിപ്പാൻ തുടങ്ങി. രായ്ക്ക് രാമായണം കണ്ടുവച്ചതെല്ലാം ഇട്ടേച്ച് ഓടി. പെമ്പളയോട് പറഞ്ഞടി, പെമ്പളെ തിരിഞ്ഞു നോക്കല്ലേ. എന്നാ തിരിഞ്ഞു നോക്കിയാൽ എന്താ? ഉപ്പുതൂണാകും. കൊഞ്ഞനം കുത്തല്ലേ? അന്വേഷിച്ചുകൊണ്ട് വരുന്നവനെ കൊഞ്ഞനം കുത്തല്ലേ? ഉപ്പുതൂണാകും. ഉപ്പുതൂണായാൽ എന്താ? കന്നാലി നക്കും.
അവിടെ പോയി കണ്ടു. ഞാൻ ഇതുവരെ പോയില്ല. പോയി കണ്ടിട്ട് വന്ന പുള്ളികൾ പറയുന്നത് ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് പുള്ളിക്കാരി. ഒരു വശം കൊണ്ട് അങ്ങ് തേഞ്ഞു പോലും. കാരണം തീറ്റാൻ പോയിട്ട് തിരിച്ചു വരുന്ന കന്നാലികളെല്ലാം ഇവിടെ വന്ന് തള്ളയെ നക്കുക. തലമുറ കഴിഞ്ഞിട്ടും നിന്നെ കന്നാലി നക്കുക. ഒരു വശം അങ്ങ് തേഞ്ഞെന്നാണ് എന്നുള്ള ഒരാൾ പറഞ്ഞു. ഞാൻ പോയി കണ്ടില്ല. സൗകര്യം കിട്ടിയാന്ന് പോകണമെന്ന് വിചാരിച്ചിരിക്കുക. ഓടി പെമ്പിള്ളാരും തന്തയും കൂടെ ഓടി. മൂത്തവളൊരു മകനെ പ്രസവിച്ചു. അവനെ ബെൻ അമ്മി എന്ന് പേർ. അവൻ ഇന്നുള്ള അമ്മോന്യർക്ക് പിതാവ്. ഇളയവളൊരു മകനെ പ്രസവിച്ചു. അവന് മോവാബ് എന്ന് പേർ. അവൻ ഇന്നുള്ള മോവാബ്യർക്ക് പിതാവ്. തമ്പുരാൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു കൽപ്പന പുറപ്പെട്ടു. ഒരു അമ്മോന്യനെങ്കിലും മോവാബിനെങ്കിലും ദൈവത്തിൻ്റെ സഭയിൽ പ്രവേശിക്കരുത്. ഇന്നല്ല നാളെയായാലും പിന്നെ കഴിഞ്ഞാലും അവൻ്റെ 10-ാം തലമുറ പോലും ആരാധനയിൽ കൂടാൻ പാടില്ല. ദൈവം മുടക്കിയവനെ പിന്നെ നമ്മളെടുത്ത് വച്ചിട്ട് കാര്യവുമില്ല. കാഴ്ചയാൽ നടന്നാൽ നിൻ്റെ സന്തതി ആരാധനയിൽ കാണത്തില്ല. രണ്ടാമത്തെ വർഗം കണ്ടാൽ നടക്കാം, നടന്നില്ല, നിൽക്കുക. അതിനു മുമ്പ് നിൽക്കുന്നത് നമ്മുടെ ഒരു പുള്ളിയാണ്, തോമ. ഏതാ തോമ? ഞാൻ അവൻ്റെ വിലാപ്പുറത്ത് എൻ്റെ വിരലിടണം, പിന്നെ അവൻ്റെ ആണിപ്പഴുതിൽ തൊട്ട് നോക്കിയാൽ ഇത് രണ്ടും നടന്നാൽ ഞാൻ വിശ്വസിക്കാം. ഞങ്ങളുടെ പിള്ളേരെ കൂടെ അമേരിക്കയിൽ കൊണ്ടുപോകാമെങ്കിൽ ഞങ്ങളോട് നിങ്ങളുടെ കൂടെ വരാം. നീ അങ്ങനെ വരണ്ട, വിഷമിച്ച് വരണ്ട. വന്നാൽ നിന്നെ ചേർത്ത് ഈ ഭിത്തി പണിയാൻ കൊള്ളത്തില്ല. കാട്ടുകല്ലേ, തട്ട് കിട്ടാത്ത നീ ഈ ഭിത്തിപ്പുറത്ത് കയറിയാൽ എന്നും പ്രശ്നമാണ്. കല്ല് വെട്ടുകുഴിയിൽ വെച്ചതിനെ തട്ടി ക്രമപ്പെടുത്തിയ കല്ലുകൊണ്ട് മാത്രമേ തിരുസഭയുടെ ഭിത്തിപ്പണി നടക്കത്തുള്ളൂ. നിന്നെ ഈ ഭിത്തിപ്പുറത്ത് കയറ്റിയാൽ എന്നും നാശക്കൊള്ളിയ. തോമായോട് പറഞ്ഞു, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിൽ ഇങ്ങനെയുള്ളവരുടെ പേരില്ല എന്നർത്ഥം. മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ ഞങ്ങൾക്ക് കാഴ്ച പ്രശ്നമല്ല, വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു നിൽക്കുന്ന മൂന്നാം ഗ്രൂപ്പിൻ്റെ മുന്നണിയിൽ പോരാളിയായി മുൻപിൽ നിൽക്കുന്ന വീരൻ, ഗജവീരൻ അബ്രഹാം. അദ്ദേഹം പറഞ്ഞു, ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം, വിശ്വാസക്കാൽ ചുവട്ടിലത്രേ തന്നിടും നീ സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നു ഒന്നീനും മുട്ടില്ലാതെ വണ്ണം. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുകയെല്ലാം സാധ്യം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം, ആ ചിന്താതീതം, അത് മനോഹരം. എന്തു സന്തോഷമാം പുതുജീവിതം, സന്താപമേറുമി ലോകേ ഞാനാകിലും സാന്ത്വനം തരും ശുഭം. എന്താനന്ദം, എനിക്കെന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. അതെ. തേജോമയനായ ദൈവം വിളിച്ചിറക്കുമ്പോൾ ഗ്രാഫ് വരച്ചു കൊടുത്തില്ല, ഗ്രാഫും വരച്ചു കൊടുത്തില്ല. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണിനകത്ത് വഴി കാണിക്കുന്ന പണിയുമില്ലായിരുന്നു. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം. ഒരു സ്ഥലത്ത് എന്നപ്പോൾ ഈ ശബ്ദം മുഴങ്ങി, ഇത് ഞാൻ കണ്ട ദേശമാണ്, കാണിപ്പാനിരിക്കുന്ന ദേശം. അപ്പോൾ ഇനിയും യാത്രയുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ പോയി ആയുസ്സിൻ്റെ അന്ത്യം വരെയും അവർ ഒറ്റ വാക്കിൻ്റെ പിൻപിൽ ഭൂമിയിൽ താൻ അന്യനും പരദേശിയുമെന്നെണ്ണിക്കൊണ്ട് യാത്ര പുറപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ യാത്ര കാഴ്ചയാലല്ല. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നമ്മുടെ സ്വത്തെ കൊണ്ടുവരാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാമത് വാക്യം. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. വിശുദ്ധ പൗലോസ് പറയുക, കാഴ്ചയാലല്ല
വിശ്വാസത്താൽ. എവിടുന്ന് പഠിച്ചതാണെന്നോ? പിന്നെ ന്യായപ്രമാണത്തിൽ തന്നെ തനിക്ക് പഠിക്കാനുണ്ടായിരുന്നു വിശ്വാസത്താലുള്ള യാത്ര. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ കീഴടക്കി, സിംഹങ്ങളുടെ വായടച്ചു, പിന്നെ ശത്രുക്കളെ നിഗ്രഹിച്ചു, തീയുടെ ബലം കെടുത്തി എന്നൊക്കെ എഴുതി വയ്ക്കാൻ കാരണം വിശ്വാസ ജീവിതത്തിൻ്റെ ശക്തി എന്താണെന്ന് തനിക്കറിയാമായിരുന്നു. ഞങ്ങൾ കാഴ്ചയാലല്ല നടക്കുന്നത്, പിന്നെ വിശ്വാസം. അതാണ് രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം, ഞങ്ങൾ ഇവിടെ ദൈവ സംസർഗ ജീവിതത്തിൽ ആകുന്നു. We are in the fellowship of God. ദൈവ സംസർഗ ജീവിതത്തിലാണ്. ദൈവ സംസർഗ ജീവിതത്തിൽ നടക്കുന്നവർക്ക് 91-ാം സങ്കീർത്തനത്തിൽ അതിപ്രധാനമായ ചില വാഗ്ദത്തങ്ങൾ നൽകുന്നുണ്ട്. ആ 91-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വായിച്ചാട്ട് അതിൻ്റെ അവസാനത്തെ 2 വാക്യം. ഒന്ന്, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. ചിലത് വിളിച്ചാൽ കേൾക്കത്തില്ല, മിണ്ടുവോ ഇല്ല. പിന്നെ ചെല്ലുന്നവൻ കിടന്ന് മിണ്ടിക്കോണം, അലറിക്കോണം, കൂവിക്കോണം. പുള്ളി ഒറ്റ ഇരിപ്പിരിക്കത്തേ ഉള്ളൂ. ഇവിടെ പാലും പഴവും പഞ്ചസാരയും കൂടെ ഇളക്കി കുഴച്ച് വായിലോട്ട് തൂത്ത് കൊടുത്താൽ വാ പൊളിച്ചങ്ങ് വിഴുങ്ങണ്ടേ? അതിന് പോലും കൊള്ളുകയില്ല. പോട്ടെ, മുഖത്ത് ചെലന്തി വല കെട്ടിയപ്പം കൈയെടുത്തങ്ങ് തൂക്കണ്ടേ? അതിനും കൊള്ളത്തില്ല. കൈയുണ്ട് എങ്കിലും മുഖം തൂക്കുന്നില്ല, വായുണ്ട് എങ്കിലും പഴം തിന്നുന്നില്ല, ഒറ്റ ഇരിപ്പ. പിന്നെ വിളിക്കുന്നവനോട് പറയാൻ ചെവിയുണ്ടെങ്കിലും, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ അതിന് ഓട്ടയില്ല, ചെവിക്ക് കിഴുത്തയില്ല. പുറത്തെ ചെവി മാത്രമേ ഉള്ളൂ, അകത്തോട്ട് അതിൻ്റെ ഓട്ടയില്ലാത്തത് കൊണ്ട് ഒരു കുന്തിരാണ്ടവും കേൾക്കാൻ വയ്യ. അവയെ ഉണ്ടാക്കുന്നവനൊക്കെ അവയെ പോലെ, അവയിൽ ആശ്രയിക്കുന്നവനും അങ്ങനെ തന്നെ. ഇത് ഉറക്കെ വിളിച്ചു പറയേണ്ട സമയം കഴിഞ്ഞു. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പറഞ്ഞുകൊണ്ടിരിക്കുക. കൃപയാൽ ഇവിടെ വായിച്ച കേട്ടോ, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. പിന്നെ ഇട്ടേച്ചു പോകാത്ത ദൈവം, അവനെ ഞാൻ വിടുവിക്കുക മാത്രമല്ല ജനത്തിൻ്റെ മുൻപിൽ ഇവൻ്റെ മഹത്വം എന്താണെന്ന് വെളിപ്പെടുത്തുന്നവനെ ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. അടുത്തത്, ഇപ്പോഴും പലയിടത്തും പലപ്പോഴും പലർക്കും ഇതങ്ങോട്ട് ഒക്കുന്നില്ല. ദൈവദാസന്മാരെ പലരെ ഞാൻ കണ്ടു. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. തിരുവചനം പഠിപ്പിക്കുന്നു. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ആയുസ്സിൻ്റെ മധ്യത്തിൽ എന്നെ എടുക്കുക. ആയുസ്സിൻ്റെ മധ്യം എത്ര? 60. മനുഷ്യൻ്റെ ആയുസ് ദൈവം വെച്ചിരിക്കുന്ന 120 സംവത്സരമാകും. കുറഞ്ഞ പക്ഷം 60 വയസ്സെങ്കിലും ജീവിച്ചിരിക്കണമെന്നേ. അത് ആയുസ്സിൻ്റെ മധ്യം. തിരുവചനം പഠിപ്പിക്കുകയാണ്, ഞാൻ നിന്നെ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. ദാവീദ് കാലസമ്പൂർണനും ധനികനും മഹാനും മാന്യനുമായി മരിച്ചു, തൻ്റെ ജനത്തോട് ചേർന്നു. ഈ പുസ്തകത്തിലെ വാഗ്ദത്തങ്ങളെല്ലാം നമുക്കുള്ളതാണെന്നേ. കരമുയർത്തി സ്തോത്രം ചെയ്ത് ഞാൻ ആ ലഘുലേഖ നോക്കിയപ്പോൾ ഞങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. കറക്റ്റാ. ഇനി അടുത്ത ഒരെണ്ണം എഴുതുമ്പോൾ ഞങ്ങൾ വാഗ്ദത്തങ്ങൾ കൈപ്പറ്റുവാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് എഴുതണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് വേണ്ടിയുള്ളതാ. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളതല്ലോ. ആകയാൽ ഈ പാഠങ്ങളിൽ മൂന്നാമത്തെ പാഠം, ദൈവ സംസർഗ ജീവിതത്തിൽ നാം നിന്നാൽ ദീർഘായുസ് കൊണ്ട് അവൻ നമുക്ക് തൃപ്തി വരുത്തുകയും അവൻ്റെ രക്ഷ നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുന്ന
പകുതി ആകുമ്പോൾ ഇട്ടച്ച് പോവുകയല്ല. അതാ മുമ്പേ ഒരു പാട്ട് പാടി, ഞാൻ പിന്മാറത്തില്ല, പിന്നെന്തെയും മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ഞാനത് ഇതൊക്കെ ഈ പാട്ടൊക്കെ ആദ്യം കേൾക്കുക, എന്നാലും എനിക്ക് ആ ലിറിക്സ് ഇഷ്ടപ്പെട്ട് ഞാൻ മുന്നോട്ട് മുന്നോട്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ കർത്താവിൻ്റെ വേലയിൽ മുന്നേറണം. അപ്പോൾ മൂന്നാമത് പഠിക്കുന്നത് വി ആർ ഇൻ ദ ഫെലോഷിപ്പ് ഓഫ് ഗാഡ്. നാം ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ അവൻ്റെ സംസർഗ ജീവിതത്തിലാകുന്നു. നാലാമത്തെ പാഠം, നാം ഇവിടെ ദൈവിക ഭരണഘടനയിൻ കീഴിലാകുന്നു. ഈ തിരുവചനം ഭരണഘടനയായി സൂക്ഷിക്കുന്ന ഏതോ ഒരു വ്യക്തിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരികയില്ല. ഇനി നിങ്ങൾക്കറിയാമോ, ഈ തിരുവചനമാണ് ലോകത്തിലുള്ള സകല ഭരണഘടനയുടെയും ആരംഭമായി. ഈ തിരുവചനമാണ് മുമ്പിൽ നിൽക്കുന്നത്. പറയാം, ലോകത്തിലുള്ള എല്ലാ ഭരണഘടനകളുടെയും മദർ ലോ, അമ്മ നിയമാവലി എന്ന് പറയുന്നത് റോമിൻ്റെ നിയമാവലിയാണ്. അതെഴുതിയത് ജസ്റ്റീനിയൻ എന്ന് പറയുന്ന ഒരുവനാണ്. ചരിത്ര വിദ്യാർത്ഥികൾക്കും നിയമ വിദ്യാർത്ഥികൾക്കും ഈ ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ റോം ലോകത്തിന് കൊടുത്ത വലിയ സംഭാവന ഏതാ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ദ ലോ ഓഫ് റോം, റോമിൻ്റെ നിയമാവലി. റോമിലെ ജസ്റ്റീനിയനെ വിളിച്ച് നമുക്ക് ചോദിക്കണം, താങ്കൾക്ക് നിയമാവലി എവിടെ നിന്ന് കിട്ടി? അദ്ദേഹം പറയും, ഫ്രം ദ ഡെറ്റിനൻ്റ് തിയറി. ഡെറ്റിനൻ്റ് തിയറിയിൽ നിന്നാണ് റോമൻ നിയമാവലി ഉരുത്തിരിഞ്ഞത്. ഡെറ്റിനൻ്റ് തിയറി എന്താ? ഐ ഫോർ ഐ, ടീത്ത് ഫോർ ടീത്ത്. ഡെറ്റിനൻ്റ് തിയറിക്കാരനെ വിളിച്ച് ചോദിക്കണം, താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ ആശയം? അദ്ദേഹം പറയും, ഫ്രം ദ ലോ. ലോ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൽ നിന്ന്. ഫ്രം ദ ലോ ഓഫ് മോസസ്, മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്ന് കിട്ടിയതാ. മോശയോട് ചോദിക്കണം, അങ്ങയ്ക്ക് എവിടുന്ന് കിട്ടി ന്യായപ്രമാണം? മോശ പറയും, മഹായോഗത്തിന് തേജോമയനായ ദൈവം എന്നെ പർവ്വതത്തിലേക്ക് വിളിച്ചപ്പോൾ തിരുവിരലുകളാൽ എഴുതി തന്ന നിയമാവലിയുടെ എക്സ്പാൻഷനാണ് പിന്നീട് ഞാൻ എഴുതിയത് മൊത്തം. തമ്പുരാൻ അരുളി ചെയ്യാത്തതൊന്നും ഞാൻ എൻ്റെ വകയായി കുറിച്ചിട്ടില്ല. അതാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ തിരുവചനം. ചുരുക്കി പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള സകല നിയമാവലികളും ഈ പുസ്തകത്തിൻ്റെ പകർപ്പാകയാൽ ഈ പുസ്തകത്തിലെ ഭരണഘടന വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഒരുത്തനും മറ്റൊന്നിൻ്റെ മുമ്പിൽ പോയി തലകുനിക്കേണ്ടി വരികയില്ല. ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നു, കുല ചെയ്യരുത്. വിപരീതമായി നീ കുല ചെയ്താൽ തൂക്കേറ് നിൻ്റെ കഴുത്ത് വീഴും. ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നു, വ്യഭിചാരം ചെയ്യരുത്. വിവരക്കേട് കാണിച്ചാൽ പീഡനക്കേസിൽ നീ പിടിക്കപ്പെടുകയും ടി വിയിൽ നിൻ്റെ പേരും തലയും കുനിച്ച് നിൽക്കുന്നതും മുഖം തപ്പി നിൽക്കുന്നതൊക്കെ വരും. ഈ പുസ്തകം പഠിക്ക്, അത് വിശ്വസിക്ക്, ഇത് ആചരിക്ക്. ഇത് ദൈവിക ഭരണഘടനയാണ്. ഇസ്രായേൽ മക്കൾക്ക് ഞങ്ങൾ ദൈവിക ഭരണഘടനയും കീഴിലാകുന്നു എന്ന് പറയുന്ന കാലത്ത് ഈ പുസ്തകം അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ദൈവം കൊടുത്ത അരുളപ്പാടുകൾ മോശ അവരോട് പറയുമ്പോൾ 4 കൊടികൾ നാട്ടി ഓരോ കൊടിക്കീഴിലും 3 ഗോത്രങ്ങൾ വീതം പാളയമിറങ്ങി. രൂബേൻ ഗോത്രത്തിൻ്റെ കൊടിയുടെ കീഴിൽ ഇന്ന ഇന്ന ഗോത്രങ്ങൾ ഇങ്ങനെ തുടങ്ങി. കഴുക ഇതിൻ്റെ പടമുള്ള കൊടിയ, സിംഹത്തിൻ്റെ പടമുള്ള കൊടിയ, ഇങ്ങനെ തുടങ്ങി 4 കൊടികൾ നാട്ടി 12 ഗോത്രങ്ങൾ 4 കൊടിക്കീഴിൽ പാളയമിറങ്ങിയപ്പോൾ ഒരു കാര്യം പഠിക്കണം. എവിടെ ഒരു കൊടി ഉയരുന്നുവോ ആ കൊടിയുടെ പാർട്ടികളാണ് അവിടെ ഭരണം ചെയ്യുന്നത്. ഇന്ത്യയുടെ നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർന്നു നിൽക്കും കാലത്തോളം ഇന്ത്യയുടെ ഭരണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് എന്ന് പഠിക്കണം. നാളെ ചൈനക്കാരവിടെ കൊണ്ടുവന്ന് കൊടി നാട്ടിയാൽ നമ്മൾ ചൈനയുടെ കീഴിലായിപ്പോയി എന്നർത്ഥം. അത് വരാതിരിക്കാനാണ് നമ്മുടെ ധീര ജവാന്മാർ
നമ്മളൊക്കെ കിടന്നുറങ്ങുമ്പോഴും അവരുറക്കളച്ച് അതിരുകൾ കാത്തുകൊണ്ട് ബോർഡ് സെക്യൂരിറ്റി ഫോഴ്സും അതുപോലെ തന്നെ മറ്റ് ജവാന്മാരൊക്കെ നമ്മളെ കാവൽ ചെയ്യുക. അവർ ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് പെന്തിക്കോസുകാരായ നമുക്ക് ഒരു ബോധവും ഇല്ല. നമുക്കാകെ അറിയാവുന്നത് പ്രിയം വേഗം വരും എന്ന് കൊണ്ടൊരു അടിയടിച്ചാൽ ഒരുമാതിരിപ്പെട്ട പ്രിയരൊക്കെ പേടിച്ചു പോകും. അതുപോലുള്ള അടിയാണ്. ഒരടിയല്ല, ഒരൊന്നൊന്നര അടിയാണ് ഒറ്റ അടിക്ക് പോകുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ഇന്ത്യ സാമ്രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ ഫോഴ്സുകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. ഭരണാധിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ഇന്ത്യയുടെ ഭരണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. കാരണം നമ്മുടെ കൊടി അവിടെ പാറിപ്പറക്കുന്നത്. ഏത് കൊടി എവിടെ പാറിപ്പറക്കുന്നോ ആ ജനത്തിൻ്റെ ഭരണം ആ കൊടിയുടെ പാർട്ടിയുടെ കീഴിലാണ്. ദൈവം കൊടുത്ത 4 കൊടികൾക്ക് കീഴിൽ ഇവർ പാളയമടിച്ച് കിടക്കുമ്പോൾ ലേവ്യ പുസ്തകത്തിൽ നിന്ന് വായിക്കാനുണ്ട്. ഞാനിപ്പോൾ വായിക്കുന്നില്ല. അപ്പോൾ ആ ഭാഗമൊക്കെ വീട്ടിൽ ചെന്ന് വായിച്ച് നോക്കിക്കൊള്ളണം. വേണമെങ്കിൽ റെഫറൻസ് ഒന്ന് പറഞ്ഞേക്കാം. സംഖ്യാപുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ചേക്കണേ. സംഖ്യ 2:3. 10-ാം വാക്യം. 18-ാം വാക്യം. 25-ാം വാക്യം. ഇങ്ങനെ 4 കൊടികളുടെ കീഴിൽ നാം 12 ഗോത്രങ്ങൾ പാളയമിറങ്ങി കിടക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത്, ഞങ്ങൾ ദൈവിക ഭരണഘടനയിൻ കീഴിലാകുന്നു. യഹോവ ഞങ്ങളോട് കൽപ്പിച്ച് ഞങ്ങൾ ചെയ്യും. ഇന്ന ജാതികളെ നശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളത് ചെയ്തിരിക്കും. ഇന്ന ആളുകളെ തുടരുതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൊടുകയില്ല. ഞങ്ങൾ രാജ്യങ്ങളെ അടക്കി വംശങ്ങളെ നിഗ്രഹിച്ച് ജൈത്രയാത്ര നടത്തുമ്പോൾ ഞങ്ങളുടെ മുൻപിൽ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മേഘസ്തംഭമുണ്ട്. രാത്രിയിലത് അഗ്നിസ്തംഭമായി മാറ്റപ്പെടും. ഞങ്ങൾക്ക് വെട്ടം പിടിക്കാനും തണൽ പിടിക്കാനും യഹോവ ഞങ്ങൾക്ക് മുമ്പായി നടകൊള്ളുകയാണ്. അതെ, നാം ഇവിടെ ദൈവിക ഭരണഘടനയിൽ കീഴിലാകുന്നു. ഗവൺമെൻറ് അരി തരുന്നു, ചുമ്മാ തരിക, വാങ്ങിച്ചോ. അരി തന്നില്ല, നിനക്ക് വേണ്ടി ദൈവം കരുതിക്കൊള്ളും. എത്ര പേര് വിശ്വസിക്കുന്നു? നിൻ്റെ വീട് പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എവിടെ നിന്നെങ്കിലും അതിൻ്റെ പരുവത്തിന് കൊണ്ടുവന്ന് ചാടിച്ചു വരും. കാരണം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ആമേൻ. 5-ാമത്തെ പാഠം, ഞങ്ങളിവിടെ പരദേശികളാകുന്നു. ഞങ്ങളിവിടെ പരദേശികളാകുന്നു. സ്ഥിരവാസമല്ല, കൂടാരവാസം. നമുക്ക് 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 11-ാമത് വാക്യം വായിക്കാം. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കുന്നവരും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിനെ അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. നമ്മളിവിടെ പരദേശികളാ. വാടകയ്ക്ക് താമസിക്കുന്നവൻ അതിര് മാന്തുന്നവനോട് വഴക്കിന് വേണ്ട ഒരു കാര്യവും ഇല്ല. എൻ്റെ അല്ല, ഞാനിപ്പോൾ അടുത്ത മാസത്തോടെ ഇവിടുന്ന് പോവുക. അതിൻ്റെ ഉടമസ്ഥനുണ്ട്, അവർ വന്ന് നിങ്ങളവർ തമ്മിൽ തീർത്തോ, എന്നോടൊരു കാര്യത്തിനും വരണ്ട. ഞാനിവിടെ വാടകയ്ക്ക് താമസിക്കുക. നമ്മളിവിടെ പരദേശികളാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് പോകേണ്ടവരാ. ഏതാനും ചില ദിവസങ്ങൾക്ക് മാത്രം കൂടാരമടിച്ചിരിക്കുന്നവരാ. ആമേൻ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളിവിടുന്ന് പോകും. ഞങ്ങൾക്കൊരു ദേശമുണ്ട്, അതിവിടെയല്ല, അങ്ങക്കരയാണ്. ജിംറീസ് എന്ന് പറയുന്ന ആംഗലേയ ഗായകൻ പാടിയൊരു പല്ലവിയുണ്ട്. ദിസ് വേൾഡ് ഈസ് നോട്ട് മൈ ഹോം, ഐ ആം ജസ്റ്റ് എ പാസിംഗ് ത്രൂ. മൈ ട്രഷേഴ്സ് ആർ laid up somewhere beyond the blue. The angels beckon me from heaven's open door, and I can't feel at home in this world anymore. Oh Lord, you know I have no friend like you. If heaven's not my home,
then Lord, what will I do? The heavens beckon me from heaven's open door, and I can't feel at home in this world anymore. ഈ ലോകം എൻ്റെ പാർപ്പിടമല്ല. ഞാൻ ഇതുവഴി കടന്നു പോകുന്ന ഒരു യാത്രികൻ മാത്രമാണ്. അങ്ങകലെ നീലാകാശത്തിന് മുകളിൽ എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു ദേശമുണ്ട്. അവിടേക്ക് കടന്നു പോകുന്ന ഒരു യാത്രികൻ മാത്രമാണ്. ആ സ്വർഗവാതിലുകളുടെ മുമ്പിൽ ദൈവദൂതന്മാരെന്നെ മാടി വിളിക്കുന്നു. എനിക്കവിടേക്ക് കടന്നു പോകണം. ഞാനിവിടെ നിൽക്കുന്നവനല്ല, ഞാനൊരു യാത്രികനാണ്. ഈ ലോകം എൻ്റെ ഭവനമല്ല. ഇന്ന് പകൽ എത്ര പേർക്ക് ഇത് ഉറച്ച തീരുമാനത്തോടെ ഉറക്കെ പറയാനൊക്കും? അതെ, ഞാൻ ഈ ലോകത്തെ എൻ്റെ വീടായി കാണുന്നില്ല. ഞാനിതുവഴി കടന്നു പോകുന്ന ഒരു യാത്രികൻ മാത്രമാണ്. ആ പോയിന്റിൻ്റെ വിവരണം അടുത്ത മീറ്റിങ്ങിൽ പ്രസംഗിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ചിന്തയ്ക്ക് വേണ്ടി എബ്രായ ലേഖനം 11-ാം അധ്യായം 13-ാമത് വാക്യം. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്നും അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു. ആരെല്ലാവരും? എബ്രായ ലേഖനം 11-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകയാൽ വിശ്വാസ വീരന്മാരെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ, വിശ്വാസത്തിൽ അവർ ചെയ്തെടുത്ത ശ്രേഷ്ഠമായ അധികാരത്തിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് വ്യക്തമായി താഴോട്ട് വെളിപ്പെടുത്തി, അവരുടെ പേരുകൾ വെളിപ്പെടുത്തിയും അവർ ചെയ്ത വൻ കാര്യങ്ങൾ വെളിപ്പെടുത്തിയും, പിന്നെ അവിടെ എഴുതിയിരിക്കുകയാണ് അവർ രാജ്യങ്ങളെ അടക്കിയെന്നും അവർ തീയുടെ ബലം കെടുത്തിയെന്നും സിംഹങ്ങളുടെ വായടച്ചെന്നും ഒക്കെ എഴുതിയിട്ട് പിന്നെ കുറച്ച് പേരുടെ പേര് പറഞ്ഞിട്ട് പറയുക, ഇന്നാരെല്ലാം കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ സമയമില്ല. എന്നിട്ട് അടിയിൽ എഴുതിയിരിക്കുക, ഇവരെല്ലാവരും, മേൽ പറഞ്ഞ വിശ്വാസ വീരന്മാരെല്ലാവരും ഏറ്റുപറഞ്ഞ ഒരു മുദ്രാവാക്യമുണ്ട്. അതിങ്ങനെയാണ്: ഭൂമിയിൽ ഞങ്ങൾ അന്യരാണ്, പരദേശികളാണ്. ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളുമാണ്. രാത്രിയിൽ കിടക്കാൻ നേരത്ത് പറയാൻ കൊള്ളാവുന്നൊരു വാക്കാണ്, ദൈവമേ പരദേശിയായ എന്നെ കാത്തുകൊള്ളണമേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയാൻ കൊള്ളാവുന്ന വാക്കാണ്, ദൈവമേ പരദേശിയായ എന്നെ സൂക്ഷിച്ചതിനാൽ സ്തോത്രം. നിങ്ങളിന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ആദ്യം പറഞ്ഞ വാക്കെന്താ? ഓർക്കുന്നുണ്ടോ? പലരും കള്ളം പറഞ്ഞാ രാവിലെ തുടങ്ങിയത്. പിള്ളേരെ, നേരെ ഉച്ചയായി, അങ്ങ് കിടക്കുക എല്ലാവരും, ഇനി എഴുന്നേക്ക്, സഭായോഗത്തിന് പോകണം. ഉച്ച പോയിട്ട് ഉച്ചയുടെ പോലും ആയില്ല. അതിന് മുമ്പേ തുടങ്ങിയത് തന്നെ നേരെ ഉച്ചയായി. വളരെ ശ്രദ്ധിച്ച് വാക്കുകൾ തൊടുത്തു വിടാവൂ. കേൾപ്പാൻ വേഗതയും പറയാൻ താമസവും ഉണ്ടായിരിക്കണം. യുക്തമായ വാക്കല്ലാതെ ദൈവസനയിൽ മറ്റൊന്നും ഉച്ചരിക്കരുത്. എന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയാൻ കൊള്ളാവുന്നതാണ്, ഞാനിവിടെ പരദേശിയാണ്. കിടക്കാൻ പോകുമ്പോഴും പറയാൻ കൊള്ളാവുന്നതാണ്, ഞാനിവിടെ പരദേശിയാണ്. ഏത് സമയത്തും പറയാൻ കൊള്ളാവുന്നതാണ്, ഞാനിവിടെ പരദേശിയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്, ഞാനിവിടെ പരദേശിയാണ്. അതെ, തുടർന്ന് പഠിക്കുന്ന വിഷയം പരദേശി എന്നാണ്. പരദേശി. കഴിഞ്ഞ സെഷനിൽ അവസാനിപ്പിച്ചത് ഒരു ഇംഗ്ലീഷ് പാട്ടോടുകൂടിയാണ്. ദിസ് വേൾഡ് ഈസ് നോട്ട് മൈ ഹോം, ഐ എം ജസ്റ്റ് എ പാസിംഗ് ത്രൂ, മൈ ട്രഷേഴ്സ് ആർ ലൈഡ് അപ്പ് somewhere beyond the blue. The angels beckon me from heaven's open door, and I can't feel at home in this world
anymore. ഞാനത് ഒന്നുകൂടെ പാടാൻ തുടങ്ങുമല്ല, അതിനേക്കാളൊക്കെ എത്രയോ പഴയ പാട്ട് നമ്മുടെ കയ്യിൽ മലയാളത്തിൽ കിടപ്പുണ്ട്. കൊച്ചുകുഞ്ഞു ഉപദേശി പാടി, എൻ്റെ ദേശം ഈ ഭൂമിയല്ല, അന്യനായി സാധു ഹാമിൻ ദേശം വിട്ടു പോകുന്നു. എൻ്റെ ദേശം ഈ ഭൂമിയല്ല, അന്യനായി സാധു ഹാമിൻ ദേശം മേലിലേറോശലേമെന്നെ ചേർത്തുകൊള്ളുവാൻ ഒരുങ്ങി താൻ. മേലിലേറോശലേമെന്നെ ചേർത്തുകൊള്ളുവാൻ ശോഭയേറും വാതിലുകൾ എനിക്കായിട്ടുയർത്തുന്നു. ശോഭയേറും എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം. എൻ്റെ ദേശം ഈ ഭൂമിയല്ല, അന്യനായ, ഇന്നത്തെ നിലയിൽ പറഞ്ഞാൽ പരദേശിയായ ഞാൻ ഈ ഹാമിൻ്റെ ദേശം വിട്ടു പോവുകയാണ്. മേലിൽ യെരൂശലേമിൽ എന്നെ ചേർക്കുവാൻ ആ ഇടം ക്രമപ്പെടുത്തിക്കൊണ്ട് എന്നെ അവിടെ ചേർക്കേണ്ടതിന് വേണ്ടി നോക്കി നിൽക്കുന്ന ഒരുവനുണ്ട്. ഞാൻ അവിടേക്കുള്ള യാത്രികൻ മാത്രമാണ്. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഇവിടുത്തെ യാത്ര അവസാനിച്ച് അവിടേക്ക് ഞാൻ ചെന്ന് ചേരും. ചുരുക്കി പറഞ്ഞാൽ മരണം കൊണ്ട് അവസാനിക്കുന്ന യാത്രയുടെ ഉടമസ്ഥരല്ല നമ്മൾ. മരണം കൊണ്ട് പുനരാരംഭിക്കുക യാത്ര. ഇവിടുത്തെ യാത്ര തീർന്നു എന്നറിയിക്കുന്നതാണ് മനോരമ പത്രത്തിൽ നിര്യാതരായി എന്ന ഭാഗത്ത് നമ്മുടെ പേരും പടവും ഒക്കെ വരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എടുത്തു നോക്കി എൻ്റെ പേരുണ്ടോയെന്നില്ല. ഇല്ല. കാരണം യാത്ര ഇവിടുത്തേത് അവസാനിച്ചില്ല. അവിടുത്തെ യാത്ര അവസാനിക്കത്തില്ല. നിത്യതയോളം ചെന്ന് ചേരുന്ന, നിത്യതയിൽ ലയിക്കുന്ന ഒരു യാത്രയുടെ ഉടമസ്ഥരാണ് ഞാനും നിങ്ങളും. അതിനു വേണ്ടിയിട്ടാണ് നിത്യജീവൻ പ്രാപിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്നത് ജീവനല്ല, നിത്യജീവനാണ്. ഈ നിത്യജീവൻ പ്രാപിച്ചവർക്ക് മരണമില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നെന്നിൽ വിശ്വസിക്കുന്നവന് മരണമെന്ന് പറയുന്ന സംഗതിയേ ഇല്ല. അവൻ ഒരു നാളും മരിക്കയില്ല. ലാസർ വി മാത്യു മരിക്കത്തില്ല. ലാസർ വി മാത്യുവിനെ കൊണ്ട് നടക്കുന്ന ഈ ബോഡി, ഈ കറുത്ത പെയിൻ്റ് അടിച്ചു വച്ചിരിക്കുന്ന ഈ കൂട് ഒരു ദിവസം ഇവിടെ ഇട്ടിട്ട് അടുത്ത കൂട് പ്രാപിച്ച് ഞാൻ അക്കരയിലേക്ക് പോകുകയല്ലാതെ മരണമെന്ന് പറഞ്ഞൊരു ഇടപാടേ എനിക്കില്ല. നിത്യജീവൻ പ്രാപിച്ചതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവപൈതലിനും ആ ധൈര്യമാണ് പ്രത്യാശ ഉളവാക്കുന്നത്. ഈ ധൈര്യത്തിന് കൊടുക്കുന്ന പേരാണ് രക്ഷാനിർണയം. രക്ഷയെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന നിർണയം, അത് പ്രാപിച്ചവരാണ് ദൈവമക്കൾ. ഇന്ന് പകലിൽ നാം ഇവിടെ പരദേശികളാണ്. അടുത്ത ഇടത്തെ യാത്രയിലിടയിൽ നമ്മൾ കണ്ടുമുട്ടിയ ചില പരിചയക്കാരാണ്. കുടുംബം, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരങ്ങൾ ഒക്കെ തന്നെ. നാം തനിയെ ഒരിക്കൽ അക്കരയിലേക്ക് പ്രവേശിക്കണം. ഇത്യാദി കാര്യങ്ങൾ മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ട് വേണം ജീവിതത്തിൻ്റെ തുടർന്നുള്ള യാത്രാ ദിവസങ്ങളിൽ മുന്നേറുവാൻ. നിങ്ങൾ ഇന്ന് മരിക്കും എന്ന് രാവിലെ ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞത് വാസ്തവമാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ എത്ര മണിക്കായിരിക്കും? ഒരു 5:30 ആകുമ്പോൾ ഒഴിവ് വല്ലതും ഉണ്ടോ? ഒരു ഒഴിവില്ല, 5:30 പോക്ക നാട്ട്. അന്നേരം മുതലുള്ള മനസ്സിൻ്റെ
വെപ്രാളവും മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റവും. അന്ന് പകലാരും കണ്ണാടി എടുത്ത് നോക്കിയിട്ട് ചുണ്ട് ചുമപ്പിക്കത്തില്ല. വിശ്വാസികൾ ലിപ്സ്റ്റിക്കൊന്നും ഇവിടെ ഉള്ളവർ തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ ഇടും, വടക്കേ ഇന്ത്യയിലും ഇടും, ഇവിടെയും ഇടും. ഒത്തിരി വിശ്വാസമുള്ളവർ ഇങ്ങനെ കടിച്ചു ചുമപ്പിക്കത്തേ ഉള്ളൂ. എന്നിട്ട് നോക്കും, ചുവന്നോ 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 ചുവന്നോ. 5:30 മരിക്കുമെന്ന് പറഞ്ഞാൽ കടിച്ച് ചുമപ്പിക്കാൻ നിൽക്കത്തില്ല. ഓ ഇനിയിപ്പോൾ ചുമപ്പിച്ചാൽ എത്ര സമയത്തേക്കാണ്, ഇനി ഇച്ചിരി അല്പകാലം കൂടെ ഉള്ളൂ, അല്പസമയം കൂടെ ഉള്ളൂ. ഭക്ഷണം കഴിക്കുന്നോ, ഇച്ചിരി കഴിച്ചേക്കാം, അവസാനത്തെ കഴിപ്പല്ലയോ. നല്ല ഡ്രസ്സ് നല്ലതൊന്നും വേണ്ട, ഒരു പന്ന തുണി മതി, എന്തെങ്കിലും നാണം മറയ്ക്കാനൊരു തുണി വേണം, അത്രയേ ഉള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ മുറുക്കിപ്പിടുത്തത്തിനെല്ലാം ഒരയവ് വരും. കാരണം മരണം അടുത്തിരിക്കുന്നു എന്നുള്ള ഓർമ്മ. എല്ലാ ദിവസവും ഈ ഓർമ്മയുണ്ടാകണം. എപ്പോഴാ സംഗതി നടക്കുന്ന അപ്പ റെഡി എന്ന് പറയണം. അലക്സാണ്ടറിൻ്റെ അപ്പൻ ഫിലിപ്പ് രാജാവിൻ്റെ അടുക്കൽ എല്ലാ ദിവസവും അങ്ങ് മരിക്കും എന്ന് പറയാൻ ഒരുത്തനെ ശമ്പളം കൊടുത്ത് നിർത്തിയിരുന്നു. രാവിലെ രാജാവ് രാജവസ്ത്രം ധരിച്ച് സിംഹാസനത്തിലേക്ക് എഴുന്നള്ളുന്നതിന് മുമ്പ് ഇയാൾ ചാടി വീഴും. അവനെ അതിനുവേണ്ടി നിർത്തിയിരിക്കുക. അല്ലയോ മഹാഭവൻ, മഹാരാജാവേ, അങ്ങ് മരിക്കും എന്നോർത്താലും രാജാ ഭരണത്തിനിടയിൽ ചിലപ്പം മറന്നുപോകും. അതിന് കൂടെ ഓർപ്പിക്കാൻ ശമ്പളം കൊടുത്തവനെ നിർത്തിയിരുന്നെന്ന്. നമുക്ക് ശമ്പളം കൊടുത്ത് നിർത്താൻ ഒരുത്തനില്ല. അതുകൊണ്ട് മനസാക്ഷിയിൽ കൂടെ കുറിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വായിക്കണം, നീ ഇവിടെ പരദേശിയാണ്. നാം ഇവിടെ പരദേശികളും അന്യരെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. വിശ്വാസികളുടെ പിതാവ് എന്ന അപരനാമധേയത്തിന് പത്രീഭൂതനായ അബ്രഹാം ഈ വാക്ക് ഏറ്റുപറഞ്ഞതാ. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 4-ാമത് വാക്യം വായിക്കാം. അബ്രഹാം തൻ്റെ പ്രേയസിയായ സാറായോടൊരുമിച്ച് ഇറങ്ങി പുറപ്പെട്ടു. വിശ്വാസികളെല്ലാം പുറപ്പെടുന്നത് കുടുംബത്തോടു കൂടെ ആയിരിക്കണം. കാരണം അബ്രഹാം മാതൃക കാണിച്ചതാണ്. അല്ലാതെ താറായെ ഉപേക്ഷിച്ചിട്ട് പോരാൻ പുസ്തകത്തിൽ വാക്യമേ ഇല്ല. തേജോമയനായ ദൈവം വിളിച്ചപ്പോൾ നീ നിൻ്റെ പിതൃഭവനത്തെയും നിൻ്റെ ചാർച്ചക്കാരെയും ഒക്കെ വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞ് അയക്കുമ്പോൾ പിതൃഭവനത്തെ വിടാൻ പറഞ്ഞതാണ്, ദേശത്തെ വിടാൻ പറഞ്ഞതാണ്, ഭാര്യയെ ഉപേക്ഷിക്കാൻ പറഞ്ഞതേയില്ല. ഇപ്പം ചില വിശുദ്ധന്മാർ ഭാര്യയും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ, കല്യാണം കഴിച്ചത് അബദ്ധമായി പോയി, പുള്ളിക്കാരി ഒരു ബൈത്തോമിലും ഇങ്ങനെ വേറൊരു ബൈത്തോമിലും, ഈ പുസ്തകത്തിൽ അതിന് തെളിവില്ലെന്ന് പഠിക്കണം. അബ്രഹാം ഭാര്യയോട് കൂടെ പുറപ്പെടുകയാണ്. ഇടയ്ക്ക് വൈകല്യങ്ങൾ പലതവരുടെ ജീവിതത്തിലുണ്ടായെങ്കിലും മരണസമയത്ത് ഒരുമിച്ച് ജീവിച്ച് മരിച്ചവളുടെ ദേഹവിയോഗത്തിൻ്റെ അല്ലെങ്കിൽ വേർപാടിൻ്റെ ദുഃഖം പേറി വിലാപഗീതം ചൊല്ലി ഒരുമിച്ചിരുന്ന് കരഞ്ഞ് അബ്രഹാം തൻ്റെ പ്രേയസിയായ സാറ അവളുടെ വേർപാടിങ്കൽ വളരെ ദുഃഖം അനുഭവിച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഹിത്യരുടെ അടുക്കൽ ചെന്ന് പറയുകയാണ്, ഞാൻ എൻ്റെ മരിച്ചവളെ കുഴിച്ചിടുവാൻ അടക്കുവാൻ എനിക്ക് നിങ്ങളുടെ ഇടയിലൊരു ശ്മശാന സ്ഥലം തരണം. കേട്ടോ, മരണവും കഴിഞ്ഞ് വിലാപവും കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ചവക്കോട്ട് തിരക്കിയത്. നമ്മളോ അവിടെ ഇങ്ങോട്ട് വരുമ്പോഴേ ചവക്കോട്ട് തിരക്കും. ഞങ്ങൾ വന്നാലേ ശവക്കോട്ട ഉണ്ടോ എന്ന് പറഞ്ഞാൽ നീ ചത്തായി വരുന്നതെന്നർത്ഥം. ഒന്നല്ല, രണ്ടൊരു ചത്തും വേരറ്റും വരുന്ന പരുവമാണ്. പിന്നെ വരുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഒന്ന് അടക്കണം.
അല്ലാതെ എനിക്കിതിൽ നടക്കണം എന്നുള്ളതല്ല. എന്നെ ഒന്ന് അടക്കണം. ഒരിക്കൽ ഞാനൊരു വീട്ടിൽ സന്ദർശനത്തിന് വന്നപ്പോൾ അവിടുത്തെ അമ്മ എന്നോട് പറയാ, ഉപദേശി, നിങ്ങളീ പറയുന്നതെല്ലാം ശരിയാന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ അച്ഛന്മാർക്ക് പോലും അറിയാം. എന്നാൽ ഒരു കാര്യമുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവനെ അടയ്ക്കിടത്ത് എന്നെ അടക്കണം. അതുകൊണ്ടാണ് ഞാൻ അവിടം വിട്ടു വരാത്തത്. നിങ്ങൾ തെറ്റ് പറയുന്നതുകൊണ്ടല്ല. എൻ്റെ പ്രിയപ്പെട്ടവനെ അടയ്ക്കോടെ തന്നെ അടക്കണം. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, അല്ലെങ്കിൽ അമ്മ അടക്കത്തില്ലയോ എന്ന് ചോദിച്ചു. അവിടെ തന്നെ അടക്കണമെന്നല്ലയോ പറഞ്ഞത്? ചത്ത് കിടക്കുമ്പോൾ അമ്മ അല്ലെങ്കിൽ അടങ്ങത്തില്ലയോ? കൈയും കാലുമൊക്കെ ഇട്ട് അടിക്കുമോ? അമ്മയ്ക്ക് മനസ്സിലായി, ചത്താ പിന്നെ അടങ്ങിയായി കിടക്കുന്നത്. പിന്നെ എന്നാ അടങ്ങാനാ, പിന്നെ എന്നാ അടക്കാനാ? ഇവിടെ കൊല വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വാഴമാണ എവിടെയെങ്കിലും കൊണ്ട് തട്ടട്ടെന്നേ, പിണ്ടി എവിടെയെങ്കിലും തട്ടട്ടെ. കൊലയ്ക്കാ വില, മാണത്തിനല്ല. പലരും ചോദിക്കുന്ന ചവക്കോട്ട ഉണ്ടോന്നാ. ഉണ്ട്, ചത്ത് കിട്ടിയാൽ മതി, ബാക്കി പണി ഞങ്ങൾ ഒപ്പിച്ചോളാം. അബ്രഹാം വിശ്വാസികളുടെ പിതാവ് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ വാക്ക് കേട്ടോ, ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനും. പരദേശി എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനല്ല, പണമില്ലാത്തവനല്ല പരദേശി. അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അബ്രഹാം കന്നുകാലികളിലും പിന്നെ വെള്ളി, പൊന്ന എന്നിവയിലൊക്കെ ബഹു സമ്പന്നനായിരുന്നു. ബഹു സമ്പന്നൻ എന്ന് പറഞ്ഞാൽ മൾട്ടി മില്യനർ. പുരാതന ലോകത്തിലെ മൾട്ടി മില്യനർ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഞാനിവിടെ പരദേശിയാണ്. പണം എത്ര ഉണ്ടായാലും, പണം എത്രയായാലും, അർത്ഥാഗ്രഹേ നിവർത്തന്ത ശ്മശാനേ പുത്രബന്ധവ സുഹൃതം ദുഷ്കൃതം ചെയ്വ ഗച്ഛന്തം അനുഗച്ഛതി എന്നാണ് നീതിസാരം പഠിപ്പിക്കുന്നത്. പണം എത്ര ഉണ്ടാക്കിയാലും അത് ഗ്രഹത്തിൽ നിർവഹിക്കും, കൂടെ കൊണ്ടുപോകല്ല. ലോകം മൊത്തം നേടിയ, ലോകം മൊത്തം പിടിച്ചടക്കിയ, ഭൂലോകത്തെ ദിഗ്വിജയം ചെയ്ത അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ മരിക്കും മുമ്പ് തൻ്റെ ശിഷ്യന്മാരിലൊരുവനായ ലിസിമാക്കസിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ മരിച്ച് എൻ്റെ ശവശരീരം ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ എൻ്റെ കൈ ആ ശവപ്പെട്ടിയുടെ പുറത്തേക്ക് ഇട്ടേക്കണം. അതെന്തിനാ? ലോകം മൊത്തം അടക്കിയ അലക്സാണ്ടർ ഒരു പിടി മണ്ണ് പോലും കയ്യിൽ ചുരുട്ടിപ്പിടിക്കുവാൻ ഇല്ലാതെ ഒരു വിടുകൈ ഇവിടുന്ന് പോകുന്നുവെന്ന് ജനമറിയണം. ഇത്രയേ ഉള്ളൂ മനുഷ്യജീവിതം. അതിനുവേണ്ടി പിന്നെ എന്തിനാ കിടക്കുന്നത് പടപൊട്ടുന്നത് എന്നുകൂടെ ഒരു സന്ദേശം കൊടുത്തിട്ട് പോകണം. അതെ, കൊണ്ടുപോകാനൊന്നുമില്ല, കൊണ്ടുപോകാനൊന്നുമില്ല. പണം എത്ര ഉണ്ടാക്കിയാലും ഗ്രഹത്തിൽ നിർവഹിക്കും. അർത്ഥാഗ്രഹേ നിവർത്തന്ത ശ്മശാനേ പുത്രബന്ധവ. പുത്രന്മാരും ബന്ധുക്കളും ശ്മശാനം വരെ വരും. അവിടെ ആരും ടെൻറ്റ് വലിച്ചു കെട്ടി താമസിക്കത്തില്ല. നിങ്ങളെല്ലാം പോയിന്. ഞാൻ ഇന്ന് രാത്രി കൂടെ ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് ഇവിടെ കിടക്കട്ടെ എന്ന് പറയുന്ന ഒരു പെമ്പിളയും ഇല്ല. ആകെ പറയുന്ന വല്ലവനെ എടുത്തോണ്ട് പാടാ കൊണ്ടുപോയി നാറൊന്ന് കൊണ്ടുപോയി കുഴിച്ചിട്, അത്രയേ ഉള്ളൂ. ശ്മശാനേ പുത്രബാന്ധവ സുഹൃതം ദുഷ്കൃതം ചെയ്വ ഗച്ഛന്തമനുഗച്ഛതി. നീ ചെയ്യുന്നത് നല്ലതാണല്ലോ, ക്രിയകൾ നല്ലതാകിലോ തീയതാകിലോ അത് മാത്രമേ നിത്യതയോളം അനുഗമിക്കുന്നുള്ളൂ പോലും. എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നാ എം.എ. ചെറിയാച്ചൻ പാടിയേക്കുന്നത്. മരണത്താൽ മറയാത്ത മകൾ സ്നേഹ പ്രഭയാ തിരിയ ബന്ധമാണിത് യുഗകാലം വരെയോ. മരണത്താൽ മറയാത്ത മകൾ സ്നേഹ പ്രഭയാ തിരിയ ബന്ധമാണിത് യുഗകാലം വരെയും. പെരിയ
ബന്ധമാണിത് പിരിയ, ബന്ധമാണിത് പിരിയ, ബന്ധമാണിത് യുഗകാലം വരെയോ. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവൂത മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം, മകൾ സ്നേഹം പരലോക പിതാവൂത മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. പിരിയാബന്ധത്തിലേക്ക് കൊണ്ടുവന്ന് ഈ ലോകത്തിൽ പരദേശികളായി ഭവിച്ച് വരും ലോകത്തിലേക്ക് നമ്മുടെ ജീവിതയാത്ര കയറ്റിവിടുന്ന അതിനുള്ള ഭാഗ്യം സിദ്ധിച്ച ശ്രേഷ്ഠരാണ് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത്. അബ്രഹാം വിളിച്ചു പറഞ്ഞു, ഞാനിവിടെ പരദേശിയാ. അബ്രഹാം മാത്രമല്ല, അബ്രഹാമിൻ്റെ പൗത്രനായിരുന്ന യാക്കോബ് പറഞ്ഞു, ഞാനിവിടെ പരദേശിയാ. വായിക്കാം, ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായം 8-9 വാക്യങ്ങൾ. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. ഫറവോൻ യാക്കോബിനോട് എത്ര വയസ്സായി എന്ന് ചോദിച്ചു. യാക്കോബ് ഫറവോനോട്, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130 സംവത്സരമായിരിക്കുന്നു. എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടമുള്ളതും അത്രേ. എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു. യാക്കോബ് പറയുകയാണ്, ഞാൻ പരദേശിയാണ്, എൻ്റെ പിതാക്കന്മാരും പരദേശികളായിരുന്നു. ഒരിക്കൽ ഫറവോൻ്റെ അറിവോടെ ഗ്രൂപ്പ് വിസ, ഫാമിലി വിസ കിട്ടി 72 ചില്ലുവാനം എണ്ണം കനാൻ ദേശത്ത് നിന്ന് ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സൈമൺ സാർ എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ സെൻട്രൽ ട്രാവൻകൂറിൽ ഞങ്ങളുടെ നാട്ടിൽ ജീവിച്ചിരുന്നു. ഉൽപ്പത്തി പുസ്തകം മൊത്തം പദ്യത്തിലാക്കിയ മഹാകവി പട്ടം കിട്ടിയ മഹാകവി KV സൈമൺ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ചേർന്ന് എഴുതിയ ഒത്തിരി പാട്ടുകളാണ് ഇന്ന് ക്രൈസ്തവ കൈരളിയിൽ ഒട്ടുമിക്ക ആളുകളും പാടി ദൈവത്തെ സ്തുതിക്കുന്നത്. പാട്ടെല്ലാം കൂടെ പാടാൻ നേരമില്ല. അപ്പോൾ അദ്ദേഹം എഴുതിയതാണ് വേദവിഹാരം എന്ന മഹാകാവ്യം. അപ്പോൾ അതിൽ യാക്കോബും കുടുംബം കൂടെ കയറി വരുന്ന ഒരു ഭാഗം അദ്ദേഹം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജോസഫ് ജീവിച്ചിരിക്കുന്നു എന്ന് വാർത്ത കാതിൽ കിട്ടിയപ്പോൾ കിടപ്പിലായിരുന്ന മൂപ്പലയ്ക്കൊരു ചൈതന്യം വന്നു പോലും, ഒരു ചൊടിപ്പ്, ഒരു ചൈതന്യം ഉണ്ടായിട്ട് അവിടുന്ന് പെട്ടികൾ, മേശകൾ, കട്ടിൽ, ശിശു, തൊട്ടിൽ, അരിയിടും പുട്ടിൽ, മുട്ടി വിറകതിൽ മട്ടിൽ പല ലൊട്ടിലൊടുക്കുകൾ കൂട്ടി, അട്ടി അടുക്കി ശകടത്തിൻ്റെ തട്ട് തകരുമെന്നാരും തിട്ടമായി ഓർത്തിടും മട്ടിലവ കെട്ടിവെച്ചൊട്ടു നിയോജ്യർ. ആടുകളെല്ലാം നിരന്നുപോക്ക് മോടിയോടായതിന് പിൻപിൽ മാടുകളും വിരചിച്ചു നിജ കൂടുകൾ പോകുന്ന പോലെ ഒട്ടധികം പാണ്ഡം പൃഷ്ഠഭാഗത്തൊട്ടും അടിയാതെ പേറി ഒട്ടകങ്ങളെല്ലാം നിറഞ്ഞു, പട്ടികളെല്ലാം കുരച്ചു, ചാട്ടുറ്റ എത്ര ഇട്ടായ അല്ല ഒന്നും ഗ്രഹിക്കത്തില്ല. 5-6 ഇട്ടായ ഉണ്ടായിരുന്നു. അവിടുത്തെ വരവാ വന്ന് മിസ്രൈമിലേക്ക് വന്ന് ഇറങ്ങുമ്പോൾ ജോസഫ് ഓടിച്ചെന്ന് അപ്പനെ രഥത്തിൽ നിന്ന് താങ്ങി താഴെ ഇറക്കി സപ്രമഞ്ചക്കട്ടിലിൽ കൊണ്ടിരുത്തി മാനിച്ചപ്പോൾ ഫറവോൻ അറിഞ്ഞു ജോസഫ് എന്ന പുതിയ മന്ത്രിയുടെ അപ്പനും കുടുംബവും വന്നിട്ടുണ്ടെന്ന്. എല്ലാവരും ഇവിടെ വരാൻ പറ എന്ന് പറയാതെ ഫറവോൻ അങ്ങോട്ട് എഴുന്നള്ളിച്ചെന്നു. അവനാ ഫറവോൻ, മാന്യതയുള്ളവൻ അങ്ങനെ ചെല്ലേണ്ടവനായി പോയി ചെന്ന് കാണും, അതാ മാന്യത. അവിടെ ചെന്നപ്പോൾ പൊന്നും കൊടുത്ത രാജാവേ എന്ന് പറഞ്ഞൊരു തൊഴിലും ഞങ്ങൾക്ക് വീസ സന്തോഷമുണ്ട്, ഒന്ന് അനുഗ്രഹിക്കണം എന്ന് പറയാതെ വല്യപ്പൻ നേരെ നിന്നതാ വല്യപ്പൻ്റെ തൻ്റെ ഇടം. ആരാ? യാക്കോബ് വല്യപ്പൻ. ഫറവോൻ വന്ന് യാക്കോബിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചു. അല്ല, കാജി കാണുന്നവനെ മുട്ടുകുത്തുന്നവനല്ല, വിശ്വാസത്തിൻ്റെ വീരത പിടിക്കുന്നവൻ. യാക്കോബ് തിരുവചനം പഠിപ്പിക്കുന്നത് വലിയവൻ എളിയവനെ അനുഗ്രഹിക്കുന്നെന്നാണ്. അങ്ങനെയാണെങ്കിൽ യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചപ്പോൾ
ഇവിടെ യാക്കോബ് തന്നെയാ വലിയവൻ, ദൈവത്താൽ അഭിഷക്തൻ അവനല്ലയോ വലിയവൻ. അങ്ങോട്ട് അനുഗ്രഹിച്ചു. അനുഗ്രഹം ഏറ്റുവാങ്ങി ഫറവോനൊരു ചോദ്യം ചോദിച്ചു, എത്ര വയസ്സായി? എത്ര വയസ്സായി? എത്ര വയസ്സെത്രയായി? വയസ്സോ, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130 സംവത്സരം. എന്നാൽ എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണത്തോളം എത്തിയിട്ടുമില്ല. വല്യപ്പന് വിറയിലൊക്കെ പിടിച്ചു തുടങ്ങി. 130 സംവത്സരം. പറഞ്ഞത് കേട്ടോ, വയസ്സേ ചോദിച്ചുള്ളൂ. പറഞ്ഞത് പരദേശ പ്രയാണമെന്നാണ്. അനുഗ്രഹിക്കപ്പെട്ട ചില വല്യപ്പന്മാരുണ്ട്, അവർ തലമുറകൾക്ക് അനുഗ്രഹമാണ്. പിന്നെ എത്ര വയസ്സായി? എൻ്റെ പരദേശ പ്രയാണം 130 സംവത്സരം. എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണത്തോളം എത്തിയിട്ടുമില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവായ അബ്രഹാം പരദേശിയാണെന്ന് ഏറ്റു പറഞ്ഞു. എന്നാൽ യാക്കോബ് ഏറ്റു പറഞ്ഞില്ല. അയാളെ കൂടെ കവർ ചെയ്ത് ഞാൻ പറയുകയാണ്, ഞാനും എൻ്റെ പിതാക്കന്മാരെല്ലാം ഇവിടെ പരദേശികളായിരുന്നു. ഒരിക്കൽ ദാവീദ് എന്ന് പറഞ്ഞാൽ കേവലക്കാരനാണോ? ഇസ്രായേലിലെ 2ാമത് രാജാവ്, മധുര ഗായകൻ, പിന്നെ ഭരണപാടവം കൊണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, രാജശ്രീ, രാജപ്രമുഖൻ ദാവീദ്, ഡേവിഡ് ദ ഗ്രേറ്റ് വിളിച്ചു പറയുകയാണ്, ഞാനിവിടെ പരദേശിയ. 39-ാം സങ്കീർത്തനം 12-ാമത് വാക്യം. ആമേൻ. ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അന്യനാണ്, പരദേശിയാണ്. ദാവീദിന് എന്തുവാ ഇല്ലാതിരുന്നത്? എല്ലാം കൊണ്ട് നമ്മളെക്കാൾ എല്ലാം കൂടുതലുണ്ടായിരുന്നു ദാവീദിന്. ആ പുള്ളിയും പറയുക, ഞാനിവിടെ പരദേശിയ. പരദേശി എന്നേറ്റു പറയാത്തവനെ നാട്ടുകാർ കളിയാക്കി വിളിക്കും പരദേശിയെന്ന്. തെളിവ് ഉൽപ്പത്തി 19 എടുത്ത്, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 9-ാമത് വാക്യം. ഇവൻ ഒരുത്തൻ പരദേശിയായി വന്നു പാർക്കുന്നു, ന്യായം വിധിപ്പാനും ഭാവിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അവരോട് ഭാവിച്ചതിലധികം നിന്നോട് ദോഷം ചെയ്യുമെന്നും അവർ പറഞ്ഞ് ലോത്തിനെ ഏറ്റവും തിക്കി. ഏറ്റവും എന്നുള്ള ഒരു ഏറ്റ വാക്കാ, ഏറ്റവും തിക്കി. വാതിൽ പൊളിപ്പാനെടുത്തു. പട്ടണത്തിൽ ചെന്നിരിപ്പ. 18-ാം അധ്യായത്തിൽ ദൂതന്മാർ, 3 ദൂതന്മാർ അബ്രഹാമിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അബ്രഹാം കൂടാരവാതിക്കലിരിക്കുകയായിരുന്നു. ഗുണം വരാനുള്ളവൻ്റെ ഇരിപ്പ് കണ്ടാൽ അറിയാം. ഗുണം പിടിക്കാത്തവൻ്റെ ഇരിപ്പ് ദിവസങ്ങളിൽ പോയി കണ്ടോണം. ഞായറാഴ്ച ഇവിടെ വരുമ്പോൾ ഇരിപ്പ് ശരിയാണ്, കാരണം നല്ല ഫാനുമുണ്ട്, നല്ല 1-ാം തരം വില കൂടിയ കസേരയുമുണ്ട്, നല്ല സ്വീകരണമുണ്ട്, നല്ല പാട്ടുണ്ട്, നല്ല കൊട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഇരിപ്പ് നല്ല. ഇത് കഴിഞ്ഞുള്ള ഇരിപ്പ് അറിയേണ്ടത്. പ്ലാവിൻ്റെ ചുവട്ടിലെ കൊച്ചു തോർത്തും വിരിച്ച് ആരെങ്കിലും കുന്തിരാണ്ട് പഠിച്ച് ക്ലാവർ സ്പീഡ് ഡയമണ്ട് ഗുലാൻ ആടുതൻ അടിക്കുന്നിടത്ത് നിനക്കെന്തോ കാര്യമെന്നാണ് എൻ്റെ ചോദ്യം. നീ ചീട്ട് കളിക്കുന്നില്ല, പിന്നെ മൂളും ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ അത് പിടിക്കരുത്, അത് അവിടെ വെച്ചേരെ, മറ്റത് പിടിയിടാമ, അതെടുത്തോളാൻ. നിനക്കെന്താ ഇവിടെ കാര്യം? പോയി ഇരിക്കുക. ആര്? ലോത്ത്. ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് ലോത്തന്മാർ. എവിടാ ഇരിക്കുന്നത്? പട്ടണവാതിക്കലിരിക്കുകയായിരുന്നു. നീ ആരാന്നറിയണമെങ്കിൽ നിൻ്റെ ഇരിപ്പ് കണ്ടാൽ അറിയാം. നീ ആരാന്നറിയണമെങ്കിൽ നിൻ്റെ കൂട്ടുകാരെ കണ്ടാൽ അറിയാം. നീ ആരാന്നറിയണമെങ്കിൽ നിൻ്റെ പേഴ്സണൽ ടോക്ക് കേട്ടാൽ അറിയാം. ആരെങ്കിലും ഗ്രഹപ്പടിക്ക് ഫോൺ വിളിച്ചു പോയെങ്കിൽ, ഹലോ അച്ഛൻ എവിടാ? ഒത്തിരി ആളായല്ലോ. ആരുണ്ടവിടെ? ഇവിടെ ആരുമില്ല. ഇവിടെ ആരുമില്ല പറഞ്ഞു. ആരുമില്ലാത്തപ്പോൾ നിനക്ക് എന്താ പറയാനാ? നീ എന്നെ ഈ അടിച്ച് വിടുന്നത്? നിനക്കെന്തോ അറിയാം. നീ ആരാന്നറിയണമെങ്കിൽ നിൻ്റെ പേഴ്സണൽ ടോക്ക്
കേട്ടാൽ അറിയാം നീ ആരാണ്. സൂക്ഷിച്ച് സംസാരിക്കണം. നീ പറയുന്നതെല്ലാം, രണ്ടുപേര് രണ്ടിടത്ത് രണ്ട് ഫോണും കൊണ്ടിരുന്നാലും ഈ അന്തരീക്ഷം വഴിയാണ് ഇത് പറക്കുന്നത്. തിരുവചനം പഠിപ്പിക്കുന്നു, ഈ അന്തരീക്ഷം ഇതെല്ലാം പിടിച്ചു വച്ചിരിക്കുക. നിൻ്റെ വാക്കുകൾ പൊടിയിൽ നിന്ന് ചിലയ്ക്കും. വെളിച്ചപ്പാടൻ്റെതുപോലെ നിൻ്റെ ഒച്ച നിലത്ത് നിന്ന് വരുമെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇന്ന് മുതലേ ഒരു പുതിയ തീരുമാനമെടുക്കണം. അത്യാവശ്യമില്ലാത്തതൊന്നും പറയത്തില്ല എന്ന്. പിന്നെ ഒത്തിരി ഭാഷയിൽ സംസാരിക്കാൻ പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഭാഷയിലെങ്കിലും മിണ്ടാതിരിക്കാൻ പഠിക്കണം. വാക്കുകൾ ചുരുക്കമായിരിക്കണമെന്ന് പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. നീ ആരാണെന്നറിയാൻ നിൻ്റെ വാക്ക്, നിൻ്റെ ഇരിപ്പ്, നിൻ്റെ ഫ്രണ്ട്സ്, ഇവരെ ഡയഗ്നോസ് ചെയ്യുമ്പോഴറിയാം നീ ആരാണെന്ന്. ദേ ലോത്തിൻ്റെ ഇരിപ്പ് വശമൊക്കെ മനസ്സിലാക്കി ആളുകൾ അവനെ മാനിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ കാശുള്ളത് കൊണ്ട് അവത്തങ്ങൾ അവരെ മാനിക്കുന്നു. ഒരു ദിവസം ദൂതന്മാർ ലോത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാൻ ചെന്നു. ഇവൻ അബ്രഹാമിൻ്റെ പാരമ്പര്യമുള്ളവനായതുകൊണ്ട് എഴുന്നേറ്റ് നിലം വരെ കുനിഞ്ഞ് ഒരു തൊഴിലുമൊക്കെ തൊഴുത് വീട്ടിലോട്ട് പോകാം, നമുക്ക് വീട്ടിലോട്ട് പോകാം. അവർ പറഞ്ഞു വീട്ടിലോട്ട് വരുന്നില്ല. അതിനായിട്ടല്ലോ നിങ്ങൾ വന്നത്, എൻ്റെ വീട്ടിലോട്ട് പോകാം. ഇല്ല 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 അതിനേക്കാൾ നല്ലത് ഈ വീതി കിടക്കുന്നതാണ്. കാരണം ഇവിടുത്തുകാരെല്ലാം ഇപ്പം അവിടെ വരുമെന്ന് ഞങ്ങൾക്കറിയാം. അവിടെ വന്നാലും ഇവിടെ വന്നാലും ഞങ്ങൾക്ക് ഗതികട. നിൻ്റെ വീട് സമം ഈ തെരുവ്, ഈ തെരുവ് സമം നിൻ്റെ വീട്. തെരുവിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിൻ്റെ വീട്ടിലുണ്ട്. നിൻ്റെ വീട്ടിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ തെരുവിലും ഉണ്ട്. കുടുംബ പശ്ചാത്തലം ഒന്ന് നോക്കിയേ, തിരിഞ്ഞു നോക്കിയേ. ദൂതന്മാർ വന്നാൽ പാർക്കാൻ കൊള്ളാമോ? ഇല്ല, നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ യവന്മാരെല്ലാം കൂടെ അങ്ങ് ചെന്നു. സന്ധ്യയായപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാനോ എടുക്കാനോ തുടങ്ങുന്നതിന് മുമ്പേ കഥകന് മുട്ടുകേട്ടു. യവന്മാരങ്ങ് തുടങ്ങുക ഒരറ്റത്ത്. തുറക്കണം തുറക്കണോ, ഇവിടെ തുറക്കണോ. അത് തുറന്നു ഫ്രണ്ടിലോട്ട് ഇറങ്ങി വന്നിരുന്നു. ഇപ്പം എന്താ നിങ്ങളെല്ലാം ഇവിടെ രാത്രി ഞാൻ നിങ്ങളെ ആരെയും ഇയാളെ വിളിക്കുന്നുണ്ട്. വിളിക്കാതെ ഞങ്ങൾക്ക് ഇവിടെ വരാം. ഇയാളെ വിളിക്കാതെ ഞങ്ങളിവിടെ പലപ്പോഴും വരുന്നുണ്ട്. ഇയാൾ അറിയുന്നില്ലെന്ന് മാത്രം. ഇപ്പം പട്ടണവാതുക്കൽ ഇരിക്കുന്നതുകൊണ്ട് വീട്ടുവാതുക്ക നടക്കുന്ന ഒന്നും അറിയാൻ പാടില്ല. ഇപ്പോഴാണ് വീട്ടുവാതുക്ക കയറി നിന്ന് അവരൊരു വാക്ക് പറഞ്ഞു, നീ ആ പുരുഷന്മാരെ പുറത്തിറക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ അവരോട് ഭാവിച്ചതിലധികം നിന്നോട് ഭാവിക്കും. ലോകത്തിലൊരപ്പനും അഭിമാനമുള്ള അപ്പൻ പറഞ്ഞുകൂടാത്തതൊക്കെ ഇവൻ കയറി പറഞ്ഞു. സൂക്ഷിക്കണേ, നിന്നെ നരകത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി സാത്താൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചരക്കായത്. നീ ഇതിൻ്റെ അറ്റത്ത് കടിച്ചു പോങ്ങി നടന്ന് അടുത്ത സ്റ്റെപ്പ് വെക്കുന്ന നരകത്തിൻ്റെ തീക്കകത്താണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കിക്കൊള്ളണം. അത്യാവശ്യത്തിനല്ലാതെ ഒന്നിനും നിൻ്റെ വിരൽ ഇതിനകത്ത് തുടരരുത്. പറഞ്ഞു കേട്ടോ? എൻ്റെ പേര് ലാസർ വി മാത്യു എന്നാണ്. ലാസർ പാതാളത്തിൽ കൊടുക്കുന്ന വിളിച്ചാൽ എൻ്റെ പേരാണ് വിളിച്ചത്. ലാസറിനെ അങ്ങോട്ട് അയക്കണമേ. കാരണം അവിടെ മോശം അവരാരും പറഞ്ഞാൽ കേൾക്കത്തില്ല. പിന്നെ ആര് പറഞ്ഞാൽ കേൾക്കും? ലാസർ പറഞ്ഞാൽ കേൾക്കും. അതിന് ദൈവം തമ്പുരാൻ ഈ ആകാര സൗന്ദര്യവും ഈ കളറും ഈ വാക്കും ഒക്കെ തന്ന് എന്നെ ഇങ്ങനെ രൂപപ്പെടുത്തി നിൻ്റെ മുമ്പിലോട്ട് തള്ളി വിട്ടിരിക്കുക. കാരണം ലാസർ പറഞ്ഞാലേ കേൾക്കത്തുള്ളതിന്. അതാ എൻ്റെ ദൗത്യം. രാത്രിയിൽ അവർ ലോത്തിനെ ഏറ്റവും തെക്കി. അത് ഞാൻ നേരത്തെയുള്ള ക്ലാസ്സിന് ഒന്ന് തൊടുത്തു വിട്ടായിരുന്നു. എവിടെ ഇടിച്ചതെന്ന് ഞാൻ കണ്ടു, പക്ഷേ ഞാൻ പറയത്തില്ല. ഈ മുട്ടുകൊണ്ട് ഒരൊറ്റ ഇടി ഇടിച്ചു. അയ്യോ എന്നൊരു പിടി പിടിച്ചു. ആര്? മൂപ്പിൽ. ദൂതന്മാർ പുറത്തേക്ക് കൈനീട്ടി ഈ ഇരുട്ട് കെട്ടിക്കളഞ്ഞു. പിന്നെ എല്ലാവരും കിടന്ന് തപ്പുക. ഇവിടെ വാതിലാണ്. എടാ അത് ഞാനാണ്. നീ ആയിരുന്നു. എടാ അത് ഞാൻ. ഇടി നമ്മൾ തമ്മിലാണ് പിടിക്കുന്നത്. ലോത്തിനോട് വിളിച്ചു പറഞ്ഞു, നീ ഓടിക്കോ, ഞാൻ ഈ ദേശത്തെ നശിപ്പിക്കാൻ പോകുകയാണ്. അവർ പറഞ്ഞ വാക്ക് കേൾക്കണം. ഇവനൊരുത്തൻ പരദേശിയായി വന്നു പാർക്കുന്നു, ന്യായം വിധിപ്പാനും തുടങ്ങുന്നു. ഞങ്ങൾ അവരോട് ഭാവിച്ചതിലധികം നിന്നോട് ചെയ്യുമെന്ന് പറഞ്ഞ് ലോത്തിനെ ഏറ്റവും തിക്കി വാതിൽ പൊളിപ്പാനടുത്തു. വേണ്ടേ?
പരദേശി എന്ന് പറയാതെ പരുവത്തിന് നടന്നാൽ ഒരിക്കൽ ആളുകൾ കളിയാക്കി നിന്നെ വിളിക്കും, പരദേശി ഇറങ്ങടി വെളിയിൽ, പരദേശി ഇറങ്ങടാ പുറത്ത് എന്ന് പറയുന്ന നാട്ടുകാർ വിളിക്കുന്നതിന് മുമ്പ് തന്നെത്താൻ വിളിച്ചു പറ, ഞാനിവിടെ പരദേശിയാണ്, ഞാനിവിടെ പരദേശിയാണ്. അപ്പോൾ നാം ഇവിടെ പരദേശികളാണ്. പരദേശികളാണെന്ന് സമ്മതിക്കുന്നെങ്കിൽ പരദേശികൾ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, പരദേശി വർജനമാചരിക്കണം. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 10-ാമത് വാക്യം. നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും വല്ല രക്തവും ഭക്ഷിച്ചാൽ രക്തം ഭക്ഷിച്ചവന്റെ നേരെ ഞാൻ ദൃഷ്ടി വെച്ച് അവനെ എന്റെ ജനത്തിനിടയിൽ നിന്ന് ഛേദിച്ചു കളയും. പരദേശി വർജിക്കേണ്ടത് വർജിച്ചിരിക്കണം, ഇല്ലെങ്കിൽ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നിന്നെ ഛേദിച്ചു കളയും. പുതിയ നിയമ വിശ്വാസി 4 കാര്യങ്ങൾ വർജിച്ചിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായം അതിൻ്റെ 25-ാമത് വാക്യം. ഞാൻ വേഗത്തിൽ ചില വാക്യങ്ങൾ പറയുമ്പോൾ പടപടാന്നങ്ങ് വായിച്ചേക്കണം. വിശ്വസിച്ചിരിക്കുന്ന ജാതികളെ സംബന്ധിച്ചോ അവർ വിഗ്രഹാർപ്പിതവും രക്തവും ശ്വാസം മുട്ടിച്ചത്തതും പരസംഗവും മാത്രം ഒഴിഞ്ഞിരിക്കണം എന്ന് വിധിച്ച് എഴുതി അയച്ചിട്ടുണ്ടല്ലോ. 4 കാര്യങ്ങൾ വർജിച്ചിരിക്കണം. വിശ്വസിച്ച് മുൻപേക്ക് വന്ന എബ്രായരല്ലാത്ത ജാതികൾക്കുള്ള വ്യവസ്ഥ. എബ്രായർക്ക് പ്രമാണം വേറെയുണ്ട്. എന്നാൽ ജാതികളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. നമ്മളാരും എബ്രായരില്ല. ഇവിടെ ആരെങ്കിലും എബ്രായർ ഇരിപ്പുണ്ട്? കൈവെക്കണേ. എബ്രായ നാട്ടിൽ നിന്ന് വന്നവരോ അവരുടെ വംശപരമ്പരയോ കൈപൊക്കിപ്പോയെങ്കിൽ ഗ്രഹപ്പഴയാ. ഏത് ഗോത്രമാണെന്ന് ഞാൻ ചോദിക്കും. നത്താലി പോയിട്ട് നീ ഒരു നെത്തോലി പോലും അല്ല, പിന്നെ അല്ലയോ ഗോത്രം. വിശ്വസിച്ചിരിക്കുന്ന ജാതികളെ സംബന്ധിച്ചോ 4 കാര്യങ്ങൾ ഒഴിഞ്ഞിരിക്കണം. ഒന്ന്, വിഗ്രഹാർപ്പിതം. വിഗ്രഹത്തിന് അർപ്പിക്കപ്പെട്ടത് സമം വിഗ്രഹാർപ്പിതം. പേരും പെയിൻറ്റും മാറിയാൽ വിഗ്രഹം വിഗ്രഹമല്ലാതെ വരികയില്ല. മാരിയമ്മ വിഗ്രഹമാണെങ്കിൽ മേരിയമ്മയും വിഗ്രഹമാണ്. ഇതിൻ്റെ മുമ്പിൽ അർപ്പിച്ചതിനെ ഒരു പുതിയ നിയമ വിശ്വാസി നാക്കിൻ്റെ തുമ്പിൽ തൊടുവാൻ പാടില്ല. മനസ്സിലായവർ മാത്രം ഒന്ന് കൈപ്പൊക്കിക്കേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനടിയിൽ ഒപ്പിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വിഗ്രഹാർപ്പിതം, പിന്നെ രക്തം. അത് ഇവിടില്ല. ഞാനൊരിക്കൽ അയ്യനാപുരത്ത്, തമിഴ്നാട്ടിൽ അയ്യനാപുരത്ത് അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ കയറി. എൻ്റെ പൊന്നെ, ഞാൻ ചെന്നിരുന്നപ്പോഴേ അവർക്ക് ഏതോ കാശുള്ളവനാണെന്നൊരു തോട്ടം. എൻ്റെ ഈ കാശ് വളരെ ചുരുക്കവുമാണ്. அப்போ என்னப்பா என்னங்க சாப்பிட்றதுக்கு என்னங்க நான் ചോദിച്ചു என்ன இருக்காங்க அம்மா இப்போ சாதம் இருக்காங்க ஆமாம் அதை கொண்டு എന്നാ കുളമ്പ്, കറിക്കുളമ്പാ മീൻ കുളമ്പാ? മീൻ കുളമ്പെന്ന് പറഞ്ഞു പോയെങ്കിൽ ഇച്ചിരി മീൻ കറി തൂവച്ച് അവന് പോക്കിന് പോകും. കറിക്കുളമ്പെന്ന് പറഞ്ഞാൽ ഇറച്ചിക്കറി അടിച്ചിട്ട് അവൻ പോകും. പിന്നെ നമ്മൾ സ്പെഷ്യൽ ചോദിക്കണം, ഇല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് പറയും കറിക്കുളമ്പാ മീൻ കുളമ്പാ ഏതാവതും കൊടുപ്പാ പറവല്ല. സ്പെഷ്യൽ എന്നെ இருக்குதா, സ്പെഷ്യൽ എന്നെ இருக்குதா? ഞാൻ ചോദിച്ചു എന്തെങ്കിലും സ്പെഷ്യൽ? ആമയ്യാ இருக்காங்க. എന്നാ இருக்காங்க? ரத்தம். ரத்தம். ഇപ്പം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എന്നാപ്പാ രക്തമാ? പുരിയാതാ പാരുങ്കോ. അപ്പുറത്തിരിക്കുന്നവൻ്റെ ഇലയിലോട്ട് ചൂണ്ടിക്കാണിച്ചു നോക്കിക്കോളാൻ. ഞാൻ നോക്കിയപ്പോൾ ഒരു അണ്ണാച്ചിരുന്ന് വെട്ടി അടിക്കുക. എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു എന്നാപ്പാ அது ரத்தப்பா உங்களுக்கு இது பெரிய மாட்டீரா? கசாப்பு பண்ணுற இடத்துல இருந்து ரத்தம் எடுக்காரு. ஆமாம், அது இங்கே கொண்டு போட்டு அது சூடு பண்ணி அதில் குருமிளகு அதுனா பெப்பர் சால்ட் எல்லாம் போட்டு அது அடிக்கிறது என்ன விஷயம் தெரியுதாங்களா? நான் பண்ண அப்படியா? ஆமாம். சரி சரி சரி, நீ போய் சாதம் கொண்டு வாப்பா. இவன் போய பருவத்தை ഞാൻ ഒറ്റ പിടിയിലും വിട്ടു. അവിടെ ഇരുന്നില്ലേ അവൻ സാധനം കൊണ്ട് വന്നപ്പോഴത്തേ ഞാൻ തലം വിട്ടു. മനസ്സിലായോ? കാളയെ ഇറക്കുന്നിടത്ത് കിണ്ണം പിടിച്ച് ഈ ബ്ലഡ് അതിനകത്തോട്ട് പിടിച്ച് ഇത് ക്ലോട്ടാകുമ്പോൾ കൊണ്ടുവന്ന് വെള്ളത്തിൽ തട്ടി
ഹലുവ പോലെ പൊക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ട് ദോശക്കല്ലിലോട്ട് ഏതാണ്ട് പുരട്ടി ഇട്ടിട്ട് മറിച്ചും തിരിച്ചും ഇട്ട് അതിൻ്റെ പുറത്ത് കുരുമുളക് ഉപ്പോട് വിതറി അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ അണ്ണാച്ചി പൂളി അടിക്കുക. ഒരു ദൈവ പൈതൽ ഇത് തൊടാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് ഷിക്കാഗോയിൽ പ്രസംഗിക്കുമ്പോൾ കാരണവശാൽ ഈ ഭാഗം വിസ്തരിക്കേണ്ടി വന്നപ്പം എന്നെ കൊണ്ടുവിട്ട എൻ്റെ ഒരു സഹോദരൻ്റെ പൈതലാണ്. അവൻ എന്നോട് ചോദിച്ചു, അച്ഛാ അപ്പോൾ ഇത് നമുക്ക് കഴിച്ചുകൂടാ ഇല്ലയോ? ഞാൻ പറഞ്ഞു കഴിക്കരുത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും വാങ്ങിച്ച് കഴിച്ചെന്ന്. വിശ്വാസിയാ, അവനറിയത്തില്ല. പക്ഷേ എനിക്കറിയാൻ വയ്യായിരുന്നു വെച്ചാൽ അതുകൊണ്ട് കഴിച്ചാൽ ഇനിയും കഴിക്കത്തില്ല. അങ്ങനെ അറിയാൻ മേത്ത ഒത്തിരി പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. അതുകൊണ്ട് രക്തം ഭക്ഷിക്കരുത്. ആമേൻ. രക്തം ശ്വാസം മുട്ടിച്ചത്തത് കാളയായാലും കൾക്കമായാലും നിനക്കതിൻ്റെ ഇറച്ചി പാടില്ല. ശ്വാസം മുട്ടിച്ചത്തത്. പിന്നെ പരസംഗം. അവനവൻ്റെ കിണറ്റിലെ വെള്ളം കുടിച്ചോണം. അന്യൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളം ഒഴുകുന്ന കണ്ടച്ച് നിൻ്റെ നാക്കിൽ കൂടെ വെള്ളം വരരുത്. നോ. ഞാൻ പറയുന്നതൊക്കെ ഊളമുള്ളവർക്ക് പിടികിട്ടും. പച്ച മലയാളമാണ് ഞാൻ ഈ മെച്ചമായിട്ട് പറഞ്ഞു വിടുന്നത്. അവനവൻ്റെ കിണറ്റിലെ വെള്ളം, ഇക്കാര്യത്തിൽ അവനവൻ്റെ കിണറ്റിലെ വെള്ളം കുടിച്ചോണം. അന്യൻ്റെ ഉറവ കണ്ട് നിൻ്റെ നാവിൻ്റെ അറ്റത്ത് വെള്ളം ഊറരുത്. 4 കാര്യങ്ങൾ വർജിച്ചിരിക്കണം പുതിയ നിയമവിശ്വാസി. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പരദേശി വർജനമാചരിക്കണം. കണ്ടതെല്ലാം കയറി കൈകാര്യം ചെയ്യുന്നവരല്ല നമ്മൾ. പത്രോസ് എന്ന് വിളിച്ചു പറഞ്ഞു. പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 2:11-12 വായിക്കൂ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിനെ അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഒത്തിരി സുവിശേഷം പറയാൻ പോയില്ലെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല നടപ്പ് കാണിച്ചാൽ ദൈവം ഇവരെ സന്ദർശിക്കുന്നൊരു ദിവസം വരുമ്പോൾ തന്നെത്താൻ കയറി വരും. ഇവരുടെ ഇടയിൽ ദൈവമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതുകൊണ്ട് പറയുകയാണ്, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന കേട്ടോ ജഡീകൻ്റെ ജഡത്തോടാണ് ജഡമോഹം പോരാടുന്നതെങ്കിൽ ആത്മീയൻ്റെ ആത്മാവിനോട് പോരാടും. ജഡീകൻ കയറും പാളയും കൂടെ കെട്ടി കിണറ്റിലിറക്കി വെള്ളം വലിച്ചു കോരി കഷ്ടപ്പെട്ട് ഒഴിച്ചു കുടിക്കുമ്പോൾ ആത്മീയന് വേണ്ടി കിണറും പാളയും വെള്ളം കുടിഞ്ഞ് ഒരുപോലെ പൊങ്ങി വരും. കുടിച്ചാട്ടെ, കുടിക്കുന്നു, കുടിക്കണ ഏതാ എടാ കുടിയടാ, കാരണം നല്ല സൗകര്യം ഇപ്പോൾ കുടിക്കാൻ അങ്ങ് കൂട്ടി. എൻ്റെ ആത്മാവിനോടാ ജഡമോഹം പോരാടുന്നത്, ജഡത്തോടല്ല. അവിടെ അങ്ങനെ വായിക്കുന്നത്. ആത്മാവിനോട് പോരാടുന്ന, ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. പഴയ അപ്പച്ചന്മാരുടെ പാട്ടുകളൊക്കെ ഇറങ്ങി വരിക എനിക്ക്. അശുദ്ധിയെ വിട്ടെന്നും വിശുദ്ധമായി ജീവിപ്പാൻ, അശുദ്ധിയെ വിട്ടെന്നും വിശുദ്ധമായി ജീവിപ്പാൻ അരുളേണം നാഥ, അരുളേണം നാഥ. നിന്നവശക്തിയന്മേൽ നല്ല മോടു പൂർവികമായ പെന്തക്കോസ്താനം അരുളേടേ പഴയ പാട്ടാ. ഞങ്ങളുടെയൊക്കെ ബാല്യകാലത്തിൽ ഞങ്ങളുടെ അപ്പച്ചന്മാർ പാടിയ ഞങ്ങൾ കേട്ട് മനക്കുരുന്നിൽ ഇങ്ങനെ കരുതി വച്ചിരുന്നതിൽ ഒരു ചെറിയ പല്ലവിയാണ്. അശുദ്ധിയെ വിട്ടെന്നും വിശുദ്ധമായി ജീവിപ്പാൻ അരുളണം നിൻ്റെ കൃപ എൻ്റെ മേൽ. ഓരോരുത്തരും അങ്ങനെയുള്ള കൃപകൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ചാടാനും തുള്ളാനും ആരോഗ്യമുള്ള ആർക്കും കഴിയും. നിങ്ങളുടെ ജഡമോഹങ്ങളെ വിട്ടകന്ന്, പരദേശികളായ നിങ്ങളുടെ ആത്മാക്കളോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്, നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്നൊക്കെ
പഴിച്ച് തള്ളുമ്പോഴും അവരുടെ അകത്ത് ഒരു ചിന്തയുണ്ട്, നിങ്ങൾ വിശുദ്ധരാണ്. അതിൻ്റെ അറിയണമെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങി 2 ചീത്ത വിളിക്കുക ധൈര്യമായിട്ട്. ഏതെങ്കിലും വ്യഞ്ജനാക്ഷരം ചേർത്ത് കരമോ അധികരമോ മൃദുവോ ഘോഷമോ അനുനാസികമോ എന്തെങ്കിലും മലയാള ഭാഷയിൽ അങ്ങനെയൊക്കെ ഉണ്ട്. കരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം. ഇതിലേതെങ്കിലും വ്യഞ്ജനാക്ഷരം ചേർത്ത് നീ 2 ചീത്ത വിളിക്കുക അവിടെ നിന്നുകൊണ്ട്. അടുത്തുനിന്ന് വരുന്ന കള്ളുകൂടിയും ഛേ നീ പെന്തിക്കോസ്തുകാരനല്ലേ, നിനക്കിതാകാമോ? അപ്പോൾ കള്ളുകുടിയന് പോലും അറിയാം പെന്തിക്കോസ്തുകാരൻ ഇത് വിളിച്ചുകൂടാന്ന്. നിനക്കറിയാമോ? നീ അവിടെ ഇവിടെ ഇറങ്ങി പരദേശി അല്ല എന്നുള്ള ഭാവത്തിലൊക്കെ നടക്കരുത്. ഒരു ദിവസം മുട്ടുകൊണ്ട് നിനക്ക് കിട്ടേണ്ടടുത്ത് കിട്ടിയച്ച് നിന്നെ അവർ വിളിക്കും പെന്തിക്കോസ്തുകാരാന്ന്. അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചോളും. പരദേശികളും പ്രവാസികളുമായ നിൻ്റെ ആത്മാക്കളോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദൂഷിക്കുന്തോറും നിങ്ങളുടെ നല്ല നടപ്പ് കണ്ട് സന്ദർശന ദിവസത്തിങ്കൽ ദൈവത്തെ മഹത്വീകരിപ്പാൻ ഇടയായിത്തീരണം. പ്രൈസ് ദ ലോർഡ്. പരദേശികൾക്ക് അവകാശം പറഞ്ഞിട്ടുണ്ട്. അതെന്താ പരദേശിയുടെ അവകാശം? വായിക്കാം. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 18-ാമത് വാക്യം. ആമേൻ. അവൻ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു. പരദേശിയെ സ്നേഹിച്ച് അവന് അന്നവും വസ്ത്രവും നൽകുന്നു. നീ പരദേശിയാണെങ്കിൽ പട്ടിണി കിടക്കാൻ സമ്മതിക്കത്തില്ല. അന്നവും വസ്ത്രവും പറഞ്ഞു വച്ചേക്കുന്നതാ. നീ നഗ്നനായി ഓടേണ്ട ഗതികേട് വരികയില്ല. ദൈവം നിന്നെ ഉടുപ്പിച്ചിരിക്കും. ദൈവം നിന്നെ മാനിച്ചിരിക്കും. ദൈവം നിനക്ക് ഭക്ഷണം തന്നിരിക്കും. പണ്ടത്തെ അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ ഇരുന്ന് പാടുന്ന പാട്ടുകളുണ്ട്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് അറിയത്തില്ല. അന്നവസ്ത്രാദികളും സുഖം ബലം എന്നിവകൾ സമസ്ത അന്നവസ്ത്രാദികൾ സുഖം ബലം എന്നിവകൾ സമസ്ത തന്നാടിയാന് നിത്യം പോറ്റിടുന്ന ഉന്നതൻ പരന് തന്നാടിയാന് നിത്യം പോറ്റിടുന്ന ഉന്നതൻ പരന് വന്നം യേശുമാര നിനക്കെന്നും വന്ദനം യേശുപ നിനക്കെന്നും വന്ദനം യേശുപര വന്ദനം ചെയ്യുന്നു നിന്നാടിയാർ തിരുനാമത്തിനാദര വന്ദനം ചെയ്യുന്നു നിന്നാടി തിരുനാമത്തിനാദരവാസ്ത്രം അന്നവസ്ത്രാദികൾ തന്ന് അവൻ നിന്നെ പോറ്റും. പരദേശിയെ ഇനി ഒരിക്കൽ പരദേശിയല്ല എന്ന് പറയുന്ന കാലം വരുന്നു. അതെപ്പോഴാ? വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 18-19 വാക്യങ്ങൾ. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട് ഇരുപക്ഷക്കാർക്കെന്ന് പറഞ്ഞാൽ യഹൂദനും യവനനും എബ്രായനും ജാതിക്കും ദൈവസഭയ്ക്കകത്ത് വന്നാൽ പ്രവേശനമുണ്ട്. പിന്നെ ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഹല്ലേലൂയ. ഒരിക്കൽ നമ്മുടെ ഭവനത്തിലേക്ക് ചെന്ന് കയറും പ്രവേശനമുണ്ട്. നമ്മുടെ ഭവനത്തിൻ്റെ പടിവാതിൽ ചവിട്ടി നമ്മുടെ രാജ്യത്തിലേക്ക് ചെന്നിറങ്ങിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കി ഈ ഭൂമിയുടെ ഊഷരഭൂമിയുടെ കിടപ്പ് കണ്ടിട്ട് അന്ന് കരമുയർത്തി നമ്മൾ വിളിച്ചു പറയും, ഇനി ഞങ്ങൾ അന്യരും പരദേശികളുമല്ല,
ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് വന്നിരിക്കുന്നു. കരങ്ങൾ തട്ടി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ സുവിശേഷകൻ ഇംഗ്ലണ്ടിൽ നിന്ന് സുവിശേഷവുമായി ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കിരാതന്മാരുടെ ഇടങ്ങളിലേക്ക് കടന്നുപോയി. പല ആവർത്തി താൻ പോയി. വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. നരഭോജികളെ പിടിച്ച് അവർക്കിതൊക്കെ കൊടുത്ത് അവരോട് അവരുടെ ഭാഷയിലൊക്കെ പതുക്കെ പതുക്കെ പറഞ്ഞ് സുവിശേഷം വിതച്ചു. ഒരിക്കൽ താൻ ആഫ്രിക്കയിലേക്ക് പോകുമ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവ് ആ കപ്പലിലുണ്ടായിരുന്നു. റോയൽ ആർമി അദ്ദേഹത്തിന് സെൻഡ് ഓഫ് കൊടുത്ത് സല്യൂട്ട് ചെയ്ത് അയച്ചു. അദ്ദേഹം അവിടെ പോയി വേട്ടയാടി കലമാൻ്റെ കൊമ്പും തോലും ഉണങ്ങിയ ഇറച്ചിയും കുറച്ച് പച്ച ഇറച്ചിയും കുറച്ച് പഴുത്ത ഇറച്ചിയും ഒക്കെ ആയിട്ട് തിരിച്ച് കയറി വരുന്ന കപ്പലിൽ ഈ സുവിശേഷകൻ ഡേവിഡ് ലിവിങ്സ്റ്റണും ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് ഇംഗ്ലണ്ടിൻ്റെ തുറമുഖത്തേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ തുറമുഖം ചുമന്നിരുന്നു, വർണ്ണാഭമായിരുന്നു, ശബളാഭമായിരുന്നു. കാരണം രാജാവ് മടങ്ങി വരുന്നു. ഈ ഇയാളെ നോക്കിയല്ല, രാജാവ് മടക്കി വരുന്നു. റോയൽ ആർമി ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുമ്പോൾ ബഹുമാന പുരസ്സരം രാജാവിനെ സ്വീകരിച്ച് പാലസിലേക്ക് കൊണ്ടുപോയി. അവസാനം ആ കപ്പലിൽ നിന്നിറങ്ങിയത് ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന ഈ സുവിശേഷകനാണ്. അങ്ങനെ വിളിച്ചുകൊണ്ട് പോകാൻ അങ്ങേരുടെ ഭാര്യ പോലും ചെന്നില്ല. തൂക്കിയ പൊക്കണവും തൂക്കി താൻ പുറത്തിറങ്ങി തഞ്ചിയൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ വട്ടം നോക്കി ഭാര്യ അവിടെ കാണാൻ വന്നോന്ന്. അവക്കന്ന് ഡ്യൂട്ടി ആയിരുന്നുകൊണ്ട് വരാനൊത്തില്ല. താൻ മുമ്പോട്ട് നീങ്ങുമ്പോൾ പുറത്തു, എൻ്റെ ദൈവമേ, രാജാവ് ഇവിടെ വന്നിറങ്ങിയപ്പം കൊണ്ടുപോകാൻ ആളും പേരും ഞാൻ രാജാതിരാജാവിനെക്കുറിച്ച് പറഞ്ഞേച്ച് ഇവിടെ വന്നപ്പം എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ എൻ്റെ ഭാര്യ പോലും തുറമുഖത്ത് വന്നില്ല. ഇത് പറഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോൾ ബലിഷ്ഠമായൊരു കരം ദൈപ്പിടിട്ടൊരടി കൊടുത്തു. ഒരൊറ്റ അടി എന്ന് പറഞ്ഞാൽ അത് ഒരു 1.5 അടിയായിരുന്നു. അടിയും കൊണ്ട് തിരിഞ്ഞു നോക്കി ആരാ അടിച്ചതെന്ന്. ആളില്ല, ഒരു ശബ്ദം. ആ ശബ്ദം ഇങ്ങനെയായിരുന്നു, ഡേവിഡ്, ഡേവിഡ്, ഡോണ്ട് യു നോ ദാറ്റ് യു ആർ എ സ്ട്രേഞ്ചർ ഹിയർ. നീ ഇവിടെ പരദേശിയാണെന്ന് മറന്നുപോയോ? അതിൻ്റെ അർത്ഥം, ഇടാ, ഇംഗ്ലണ്ടിലെ രാജാവ് അങ്ങേരുടെ രാജ്യത്ത് വന്നപ്പോൾ ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് അങ്ങേരെ സ്വീകരിച്ചു. നീ ഇതുവരെ നിൻ്റെ രാജ്യത്ത് വന്നെത്തിയിട്ടില്ല. ഒരു ദിവസം നീ നിൻ്റെ രാജ്യത്ത് വരും. അന്ന് ഇവിടുത്തെ പട്ടാളക്കാരല്ല, ഞാനും എൻ്റെ ദൂതന്മാരും കൂടെ വന്ന് നിന്നെ സ്വീകരിക്കും. അന്ന് നീ കയറി വരുമ്പോൾ എല്ലും കോലും പഴുത്തിറച്ചിയും ഉണക്കിറച്ചിയും കൊണ്ടല്ല വരുന്നത്. ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ 1000 ആത്മാക്കളെയും കയ്യിലെടുത്തുകൊണ്ട് നീ ഒരിക്കൽ നിൻ്റെ രാജ്യത്തിലേക്ക് വരും. അന്ന് നിന്നെ സ്വീകരിപ്പാൻ എന്നെ രേൽപ്പാനായി ദൈവദൂതർ വരുന്നു.